സാർ വന്നിട്ട് പറഞ്ഞു, അൽഫോൺസ് നിനക്ക് എത്ര മാർക്ക് എന്നറിയോ മാക്സിമം എന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു വട്ടം ഇങ്ങനെ വരച്ചിട്ട് ടേബിളിൽ എന്നിട്ട് പറഞ്ഞു, ഇതാണ് നിൻ്റെ മാർക്ക്, നീ ഒരു കോമഡി പീസാന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? എന്നൊക്കെയെന്ന് പറഞ്ഞാൽ പഠിക്കുന്നവർക്കേ ഇനി ഭാവിയുള്ളൂ. അവരില്ലാത്തവർക്കൊക്കെ ലോകത്ത് ഒരു സ്ഥാനമില്ലാത്ത രീതിയിലാണ് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം. പഠിക്കാത്ത ആളുകൾക്ക് ഒരു നെക്സ്റ്റ് ചോയ്സ് ആണ് ബിസിനസ് നന്നേ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. നാട്ടിൽ പട്ടിണി നടക്കാൻ പൈസ വേണ്ട, UK പട്ടിണി നടക്കാൻ പൈസ വേണം. മനസ്സിലായോ? ഒരിക്കലും അത് വർക്കൗട്ട് ആവുന്നില്ല, ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദെൻ ഇത് ഓഫീസിൻ്റെ റെൻറ്റ് കൊടുക്കാൻ പുതുവായിട്ടായപ്പോഴത്തേക്കും സോ വി ക്ലോസ് ഡൗൺ. സാലറി കൊടുത്തിരുന്ന ആൾ പറഞ്ഞു വിട്ടു. കാരണം ഞാൻ ഒരിക്കലും ജോലി ചെയ്യില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ്. പക്ഷേ എനിക്ക് ജോലി ഇല്ലാണ്ട് പറ്റില്ല എന്നായി. അങ്ങനെ വീട്ടിൽ നിന്ന് ആകെ പ്രശ്നമായി തുടങ്ങി. കാരണം നമ്മളൊരു പ്രൊവൈഡറാണ്, മനസ്സിലായി. നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് വിലയുണ്ടാവുക. ഇല്ലാത്ത സമയത്ത് പിന്നെ ക്വസ്റ്റ്യൻസ് ആയി. ഇപ്പോൾ എനിക്കിന്നും ഓർമ്മയുണ്ട്, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അപ്പനൊരു കോലമായി വിഷമിച്ചിട്ട്. ബിക്കോസ് ഒരു ഹോപ്പെല്ലാം പോയി, മകൻ ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ പ്രതീക്ഷയും പോയി. ഈസ് ലൈക്ക് ഒരു മെല്ലിച്ചിട്ടൊരു കോലമായി. എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല. ഞങ്ങൾ ഭക്ഷണം അപ്പം ഞാനെങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ അവിടെ ചെല്ലുള്ളൂ. കാരണം എനിക്ക് അത്രയും വർഷം നമുക്ക് വേണ്ടി ജീവിച്ചവര് നമ്മളിൽ ഒരുപാട് പ്രതീക്ഷ പഠിപ്പിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാറ് വന്നിട്ട് വട്ടപൂജ മരിച്ച ആള് ഓൺട്രപ്രണേഴ്സിന് വേണ്ടിട്ട് അക്കൗണ്ട്സ് ചെയ്ത് കൊടുത്തു തുടങ്ങി. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരു സംരംഭകനാകാൻ സ്വപ്നം കാണാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റും വളരെ കുറവായിരിക്കും. ഒരുപാട് പേര് സംരംഭം തുടങ്ങും, പക്ഷേ ഇത് വിജയിപ്പിക്കാൻ പലർക്കും സാധിക്കില്ല. വിജയിച്ച സംരംഭകര് ഓരോ പടി ചവിട്ടി മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഒരു സംരംഭകനാണ് ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംരംഭകനാകാൻ സ്വപ്നം കണ്ട് നിലമ്പൂർ എന്ന് പറയുന്ന ചെറിയ നഗരത്തിൽ നിന്നും ലോകത്ത് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ബിസിനസിന്റെ ബാലപാഠങ്ങളെല്ലാം പഠിച്ച് അത് നമ്മുടെ നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന വലിയൊരു സംരംഭകൻ അൽഫോൺസ് പീറ്റർ. നിലമ്പൂർ സ്വദേശിയാണ്. അൽഫോൺസിനെ വളരെ സ്നേഹത്തോടെ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. വളരെ വലിയ ആൾക്കാരൊക്കെ ഇരുന്ന സീറ്റല്ലേ? അങ്ങനെയൊന്നും ഞങ്ങൾ എപ്പോഴും പറയും, വളരെയധികം വലിയ എമൗണ്ട് ടേൺ ഓവർ ബിസിനസ് ചെയ്യുന്ന ABC-യിലെ ഓണർ ഉണ്ട് മദനീക്ക ചെയ്യുന്നതും ടൈൽസിന്റെ ബിസിനസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നെന്മാറയിലുള്ള ചെറിയൊരു ടൈൽ ഷോപ്പ് നടത്തുന്ന പ്രമോദേട്ടനും ഇതേ ഹോട്ട് സീറ്റിൽ വന്ന് കഥ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിപ്പ ചെറുപ്പം ടേൺ ഓവറിനെ വെച്ചിട്ടല്ല ഒരിക്കലും സ്പാർക്കില് ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ബിസിനസ്, അവർ ചെയ്യുന്ന എത്തിക്സ്, ഇതിനെയാണ് ഞങ്ങൾ കൂടുതൽ ബഹുമാനിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വദേശം നിലമ്പൂരാണ് ജനിച്ചതും വളർന്നതൊക്കെ. അവിടെയാണ് പഠിച്ചതും. 10ാം ക്ലാസ് വരെയൊക്കെ അവിടെ പഠിച്ചത്. അതിനുശേഷം കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ തട്ടകം. എന്നെ പഠിപ്പിക്കുന്ന സ്ഥലമാണിത് കൊച്ചി. എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച സ്ഥലമാണ് കൊച്ചി. അപ്പോൾ ഇവിടെയാണ് ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്താലും ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ എന്ത് തുടങ്ങാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാലും കൊച്ചിയിൽ വന്നാണ് തുടങ്ങാൻ ഇഷ്ടം. എത്രാമത്തെ വയസ്സിൽ കൊച്ചിയിലെത്തി? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. +1 +2 കൊച്ചിയിലായിരുന്നു പഠിച്ചത്. നിലമ്പൂർ പഠിക്കാൻ നല്ല സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ. നല്ല സ്കൂളുണ്ടായിട്ടും കാര്യമില്ലല്ലോ, അവിടെ അഡ്മിഷൻ കിട്ടണ്ടേ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ അത്ര ഇതായിരുന്നില്ല. പഠിക്കാൻ വളരെ മോശമായിരുന്നു. കുടുംബത്തിലെ ഏറ്റവും പഠിക്കാത്ത ഒരാളായിട്ടാണ്. സ്വാഭാവികം. അതെ. അപ്പോൾ നമ്മൾ എന്നെ 6th സ്റ്റാൻഡേർഡിൽ നിന്നൊക്കെ ആദ്യത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. മമ്മി ഇപ്പോഴാണ് അതൊക്കെ പറയുന്നത്. അന്ന് അവർ പറഞ്ഞു അത്ര പഠിക്കാൻ അത്ര പറ്റുന്ന ആളല്ല, ICC സിലബസ് ആണ്, അപ്പോൾ സ്കൂളിന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെ ഇവിടുന്ന് മൂവ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് നല്ല ടോപ്പ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ അടുത്തത് പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു PVS ആണ്. അത് ഇന്നത്തെ നമ്മുടെ അബ്ദുൽ വഹാബ് MP സ്കൂളാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂളിലാണ് എനിക്ക് അടുത്ത അഡ്മിഷൻ എടുത്തത്. അപ്പോൾ അവിടെ 8th 7th പഠിക്കുമ്പം അവിടെയും ആ ബാച്ചിലും ഏറ്റവും പഠിക്കാത്ത ഒരു കുട്ടിയാണ് ഞാൻ. ഏറ്റവും പഠിക്കാത്ത കുട്ടി. അത് തന്നെ ബാക്ക് ബെഞ്ചർ. അതായത് നമ്മൾ ഏറ്റവും നോയ്സി ആയിരുന്നു. ഏറ്റവും നോയ്സിയാന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ പഠിക്കാത്ത ആളെന്ന് പറഞ്ഞാൽ ഒരു ഒബ്വിയസ്ലി അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്. മണ്ടനാണ്, പഠിക്കത്തില്ല, ഒരു യൂസ്ലെസ് ആണ്. അങ്ങനെയാണ് നമുക്ക് എപ്പോഴും ഈ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് അങ്ങനെ അത്ര വലിയ. പക്ഷേ സ്പോർട്സിലൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു.
പക്ഷേ എന്നെ അവിടുത്തെ പ്രിൻസിപ്പളാണ് മാത്സിൽ തോറ്റിട്ട്, എനിക്ക് മാത്സിൽ ഇന്നും ഓർമ്മയുണ്ട്. എന്നെ മലയാളം ടീച്ചർ എന്നെ ഭയങ്കര കാര്യമാണ്. PVS പഠിക്കുന്നു. അപ്പോൾ സാർ വന്നിട്ട് പറഞ്ഞു, അൽഫോൺസ് നിനക്ക് എത്ര മാർക്ക് എന്നറിയോ മാക്സിമം എന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു വട്ടം ഇങ്ങനെ വരച്ചു ടേബിളിൽ. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നിൻ്റെ മാർക്ക്, നീ ഒരു കോമഡി പീസാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ക്ലാസ് റൂമിൽ. കാരണം നീ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ചിരിക്കാനുള്ള ഒരുപാട് വകകളുണ്ട് എന്നൊക്കെ. അപ്പം ഞാൻ അതൊക്കെ ആ ഒരു മൊമെൻ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. മനസ്സിലായി, ആ വട്ടം ഇങ്ങനെ വരയ്ക്കുന്നത് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കയറും. മനസ്സിലായോ? എത്ര വയസ്സിന്റെ? 11, 12? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എന്നിട്ട് അതിനുശേഷം അന്ന് മാത്സിൽ തോക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ആ സ്കൂള് PVSൻ്റെ എന്താ പറയുക, ഡേ സ്കൂൾ എങ്ങാണ്ടാണ്. ഡേ സ്കൂൾ. അപ്പോൾ 2 സ്കൂളുണ്ട്. ഡേ സ്കൂൾ. അപ്പം അത് പുതിയ ബാച്ച്, ഏറ്റവും അഡ്വാൻസ്ഡ് ബാച്ചാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ പഠിക്കുന്നവരെല്ലാം ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരിക്കണം. അത്രയും ബ്രില്യൻ്റ് ആയിരിക്കണം. അപ്പോൾ അവർക്ക് ജയിച്ച് വരുന്നവരാണ് പിന്നെ 10ാം ക്ലാസ്സിലേക്കൊക്കെ വരുന്നത്. അപ്പം ഞാനും ഉണ്ട്, എൻ്റെ ഒരു വേറെ സുഹൃത്തും ഉണ്ട്. അവൻ മരണപ്പെട്ടു പോയി. അദ്ദേഹം വേറെ സിറ്റുവേഷനാണ്. അപ്പം പുള്ളിയും ഇതേപോലെ പറയും. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അത് ഞങ്ങൾ 2 പേരെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രിൻസിപ്പൾ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ ഞങ്ങൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ ജയിക്കില്ല എന്ന് കണ്ടിട്ടാണ് ലാസ്റ്റ് പറഞ്ഞത്, ഡാഡിനെ മമ്മീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഞങ്ങൾ തോപ്പിക്കും, അല്ലെങ്കിൽ സ്കൂൾ മാറ്റാം. ഈ 2 ഓപ്ഷനാണ് ഡാഡിക്ക് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അപ്പം പറഞ്ഞു, ഇനി നീ കാശ് കൊടുത്ത് പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് സ്കൂളിലേക്ക് വിടുന്നത്. അപ്പോൾ അവിടെ വിഷമം തോന്നിയോ? കാരണം അതുവരെ പഠിച്ച ICSE, PVSല് ICSE, CBSE പിന്നെ സ്റ്റേറ്റ് സിലബസ്, ഇങ്ങനെ 3 സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. അപ്പം ICSEയും CBSEയും തമ്മിൽ യാതൊരു ബന്ധമില്ല, CBSE സ്റ്റേറ്റ് സിലബസും തമ്മിൽ യാതൊരു ബന്ധമില്ല. പഠിക്കത്തില്ല, അതൊന്നും അറിയത്തില്ല, ഇതൊന്നും മനസ്സിലാക്കാനുള്ളതൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അവർ കാരണം ടോപ്പ് സ്കൂളാണെന്ന് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. എല്ലാ എക്സാംസിനും ഭയങ്കര മാർക്സ് മേടിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഏറ്റവും പുകഞ്ഞ പുള്ളിയാണ്. അപ്പം വീട്ടിലാണെങ്കിലും വരുമ്പോൾ ഈ ചീത്തപ്പേരാണ്. അപ്പോൾ അവർക്കും ഈ ഒരു പ്രഷർ ഉണ്ടല്ലോ, പഠിക്കാത്ത ഒരാൾ. അന്നത്തെ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെയാണ് ഈ ഒരു സെഗ്മെൻറ്റ് വന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവർക്കേ സ്പേസ് ഉള്ളൂ. മനസ്സിലായോ? പഠിക്കുന്നവർക്കേ ഇനി ഭാവിയുള്ളൂ. അവരില്ലാത്തവർക്കൊക്കെ ഈ ലോകത്ത് ഒരു സ്ഥാനമില്ലാത്ത രീതിയിലാണ് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം. അപ്പോൾ 10ാം ക്ലാസ്സിൽ 8ഉം 9ഉം പിന്നെ സ്റ്റേറ്റ് സിലബസിലാണ്. അപ്പോൾ അങ്ങനെയാണ് പഠിച്ചു വരുന്നത്. പക്ഷേ സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ അപ്പം ഞാൻ സ്കൂളിലേക്ക് കയറി ചെല്ലുകയല്ലേ, അപ്പം CBSE പഠിച്ചൊരു കുട്ടിയാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു വെൽക്കമിങ് ഉണ്ട്. അതെ, മൊത്തത്തിൽ ഭയങ്കര ഇംഗ്ലീഷാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണ് ഒരു ബിൽഡപ്പ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് സിലബസിന് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ ആകെ 16 പിള്ളേരെങ്ങാണ്ട് പഠിക്കുന്നുള്ളൂ, 18 സംതിങ് അങ്ങനെയുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ചെല്ലുമ്പോൾ ഈ പ്രിൻസിപ്പളൊക്കെയാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എന്നെ ചെല്ലുമ്പോൾ ഭയങ്കര, അപ്പം ഞാൻ ഇൻസൈഡൊക്കെ ചെയ്ത് ചെല്ലുന്നത്. കാരണം നമ്മളുടെ അങ്ങനത്തെ രീതിയിലാണ് സ്റ്റേറ്റ് സിലബസിൽ. അത് പ്രാക്ടിക്കലി ഭയങ്കര ഓക്വേർഡാണ് ഇൻസൈഡൊക്കെ ചെയ്ത് ക്ലാസ്സിൽ ചെല്ലുന്നത്. അപ്പോൾ ആദ്യ ദിവസമൊക്കെ ഞാൻ അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ നോക്കി, ഇവൻ ആരാണ് ഇൻസൈഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ 2 ദിവസം കഴിഞ്ഞ് അതൊക്കെ മാറി. പക്ഷേ ഈ ആദ്യത്തെ വീക്കിൽ എന്നെ ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, നീയാണ് ഇനി ലീഡർ, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീക്കേണ്ട നീയാണ്, കാരണം ഇത്രയും വലിയ സ്കൂളിൽ നിന്നൊക്കെ വന്നല്ലേ. പക്ഷെ എൻ്റെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. ഞാനിങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ് ലീഡറാവുക. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മാറ്റി, സംഭവം മനസ്സിലായി നടക്കത്തില്ല. അതെ. അപ്പോൾ ഈ കൂടെ പഠിക്കുന്നവരെല്ലാം നല്ലോണം പഠിക്കുന്നുണ്ട്, അപ്പം ഞാനാണ് പഠിക്കാത്തത്. അപ്പോൾ അതിനും അവിടെ ബാക്കായി. പിന്നെ അപ്പോൾ പ്രിൻസിപ്പൾ ഒരു ഓഫർ തന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, സ്പോർട്സിന് നല്ല എടുക്കണമായിരുന്നു. പക്ഷേ നമ്മൾ ജയിച്ച് വരുവാണെങ്കിൽ +2 തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോർട്സിന്. അപ്പോൾ അങ്ങനെ. പക്ഷേ അവിടെ ഈ സ്പോർട്സിന് പോകുമ്പോഴും ഞാൻ 2nd പ്ലേസ് എത്തിയിട്ട് അപ്പം പാസ്സാവാത്ത രീതിയിൽ, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്റ്റ് പാസ് 210 കണ്ടാണ് പാസ്സാവാൻ, അത് 240 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ പേപ്പർ മേടിക്കാൻ നിൽക്കില്ല, ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ മേടിക്കാൻ നിൽക്കുമ്പോൾ പ്രിൻസിപ്പൾ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും വിചാരിച്ച് എന്താണ് ഇവന്, എല്ലാവർക്കും ഈ ഡിസ്റ്റിങ്ഷൻ മേടിച്ചവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവനെന്താണോ കിട്ടിയിട്ടുണ്ടാവുക, ഇത്രയും പ്രിൻസിപ്പളൊക്കെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന. അപ്പം പുള്ളി ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട്, നീ ഞങ്ങളുടെ മാനം കാത്തു എന്നാണ് പറയണേ. ജയിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിൽ 3 വർഷമായിട്ട് 100% കിട്ടിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ പുള്ളി ഈ പ്രാവശ്യം ഞാൻ കാരണം അത് പോകുന്നുള്ള പേടിയിൽ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അത്രേ. അപ്പം ഞാൻ പാസ്സായില്ലെങ്കിൽ ആ സ്കൂളിൻ്റെ കാരണം പുള്ളി അന്ന് റിട്ടയർ ആവും, ആ വർഷം റിട്ടയർ ആവും. അപ്പോൾ 3 വർഷം
കണ്ടിന്യൂസ് 100% വാങ്ങിച്ചിട്ട് റിട്ടയർ ആകാൻ പോണ ആളെന്നുള്ള ആ ഒരു പ്രസ്റ്റീജിൽ ഇറങ്ങി പോകണം. അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇത്രയും പുള്ളി നോക്കുന്നത്. പുഷ് അതെ. അപ്പം പുള്ളി ഓടി വന്ന് കെട്ടിപ്പോയി. അപ്പം ഞാൻ ആ ഗേറ്റ് സ്കൂളിന്റെ വരാന്തയിൽ നിന്ന് കയറുമ്പോൾ തന്നെ പുള്ളി ഓടി വന്ന് കെട്ടിപ്പോയി. ബാക്കിയുള്ളവർക്കും ആ ഒരു വെൽക്കം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് മാറി നിൽക്കുമ്പോൾ പിള്ളേർ വന്ന് ചോദിക്കുന്നത് നിനക്ക് എത്ര മാർക്ക്? അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് പാസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പുള്ളി പേഴ്സണലി എക്സാം നടക്കുന്നത് എന്നെ വിളിച്ചിരുത്തിയിട്ട് കുറേ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അൽഫോൺസ് എങ്ങനെയെങ്കിലും പഠിച്ച് നീ പാസ്സാവണം, നീ ഒരു കാരണവശാലും പോകും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ജേണിയിലാണ് പിന്നെ എനിക്ക് പക്ഷേ ആ ഒരു ഏണിങ് എന്ന് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. എനിക്ക് സ്വന്തമായിട്ട് കാശ് വേണം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് എറണാകുളത്തേക്ക് വരുവാണെങ്കിൽ +2 പഠിക്കുകയാണെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യാം, പഠിക്കുകയും ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും പഠിത്തത്തിൽ വലിയ ഹോപ്പൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് +1. അപ്പോൾ ഇവിടെ ഇവിടെ അമ്മയുടെ ആംഗ്ലമാരുണ്ട് 2 പേര്. അപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ +1 +2 പഠിക്കുകയും ചെയ്യാം, പാർട്ട് ടൈം ജോലിയും ചെയ്യാം. ഓക്കെ. അങ്ങനെ അത് എനിക്ക് ശരിക്കും കിട്ടുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ പത്രടാൻ പോലെയാണ് ഫസ്റ്റ് കിട്ടുന്നത്. എനിക്ക് 400 രൂപ കിട്ടുന്ന ഓർമ്മയുണ്ട് ആദ്യത്തെ ശമ്പളമായിട്ട്. മന്ത്ലി 400 രൂപ കിട്ടും. 400 രൂപ കേട്ടോ. അപ്പോൾ അതിനുശേഷം 400 രൂപയാണ്. അത് കിട്ടുന്ന ഓർമ്മയുണ്ട്. പിന്നെ അതിനുശേഷം എൻ്റെ പിന്നെ അവിടെ ഒരു ഫോട്ടോ കോപ്പി ഷോപ്പുണ്ട്. അത് കലരുന്നും ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ ഇറന്ന് പോകണമെന്ന്. പുള്ളി അവരാണ് എനിക്ക് ആദ്യത്തെ ജോലി ആയിരുന്നത്. ശരിക്കും ഈ പത്രം ഇടുന്നത് രാവിലെ ഇത്ര സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഫോട്ടോ കോപ്പി ഷോപ്പിൽ 1500 രൂപയാണ് സാലറി. ഓക്കെ, 1500 രൂപ. അപ്പോൾ എനിക്ക് അവിടെ വരുന്നവർക്ക് ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കണം. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഏണിങ് തുടങ്ങുന്നത്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്നും കുറേ ബ്രെയിൻ സ്റ്റോമിങ് നടക്കാറുണ്ട്. എന്തെങ്കിലും ചെയ്യണം. അപ്പം ഈ 7th സ്റ്റാൻഡേർഡ് മുതൽ എനിക്ക് ഒരു വിഷനുണ്ട്, ബിസിനസ് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് എൻ്റെ വീട്ടിൽ എൻ്റെ ഡാഡിയുടെ ബ്രദേഴ്സ് എല്ലാം ബിസിനസ്സുകാരാണ്. അപ്പോൾ അവരുടെ ജേണിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു 7th സ്റ്റാൻഡേർഡിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹങ്ങൾ തുടങ്ങണം. അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ അപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യും. 10th ക്ലാസ്സിൽ ഞാൻ നിലമ്പൂരിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ വിൽക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പല സ്ഥലത്ത് നടന്നിട്ട് ഞാൻ സെയിൽസ് പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ബിസിനസ് നമ്മുടെ മൈൻഡിലും ബ്ലഡിലും ഉണ്ട്. അത് എൻ്റെ ഡാഡിയുടെ ബ്രദേഴ്സ് ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു ജേണി എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസും ഇൻസ്പയറിങ്ങുമാണ്. അതെ. അപ്പോൾ അവരുടെ ജേണി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു ഭയങ്കര പിന്നെ എന്താ പറയുക, എനിക്ക് താങ്ക്ഫുൾ ആണ്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്നത്. പിന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് എന്നെ അതിലേക്ക് കൂടുതൽ അടുപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എൻ്റെ വിഷൻ അതാണ്, ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ 7ാം ക്ലാസ് മുതൽ എനിക്കത് ഓർമ്മയുണ്ട്. എനിക്ക് ആ ഒരു റെവലേഷൻ ഫീൽ ചെയ്യുന്നതൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. കാരണം പഠിക്കാത്ത ആളുകൾക്ക് ഒരു നെക്സ്റ്റ് ചോയ്സ് ആണ് ബിസിനസ് നന്നേ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. അന്നും അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് അപ്പം +1 +2 ഇങ്ങനെ പാർട്ട് ടൈം ഒക്കെ ആയിട്ട് പോയി. +2 പത്രം ഇട്ടു. പിന്നെ ഫോട്ടോ കോപ്പി ഷോപ്പിൽ ജോലി ചെയ്യുമ്പം എനിക്ക് ഭയങ്കര പ്രഷറാണ് അവിടെ. അവർക്ക് കാര്യങ്ങൾ ബിസിനസ് റൺ ചെയ്യണമല്ലോ, അവർക്ക് എനിക്ക് സാലറി തരണം. അന്നത്തെ കാലത്തൊക്കെ ഇതിന് 1500 വലിയ പൈസയാണ്. പിന്നെ 2000 സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ 1500 കിട്ടിയ കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഒരു മാസത്തെ കാര്യങ്ങളൊക്കെ പോകും എനിക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ ഇവർ തരുന്നൊരു പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ആദ്യത്തെ ജോലി ആയതുകൊണ്ട് ഈ ഒരു എംപ്ലോയി റിലേഷൻ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം അവർ പറയുന്നതൊക്കെ ഭയങ്കര പേടിയാണ് എനിക്ക്. പിന്നെ ഞാൻ എറണാകുളം ഹോൾസെയിൽ മാർക്കറ്റിൽ അപ്പോൾ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അന്ന് ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അത് ഞാൻ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വിഷമിച്ചാണ് വീട്ടിൽ വന്നിരിക്കുക. അപ്പം എൻ്റെ എൻ്റെ അമ്മയുടെ ആംഗ്ല ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ എനിക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്കിഷ്ടമല്ലാത്തതാണെങ്കിൽ അതെന്താണെങ്കിലും അത് വിട്ടുകളഞ്ഞേക്കണം, ഒരിക്കലും അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്. അത് നിനക്ക് സ്വർണ്ണമാണെങ്കിൽ പോലും നിനക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നീ വിട്ടുകളഞ്ഞേക്കണം. അത് അന്ന് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ നാളെ തൊട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഫ്രീഡം അവിടെ നിന്നാണ് എനിക്ക് ആ ഫ്രീഡത്തിൻ്റെ ഒരു എൻജോയ്മെൻറ്റ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരാൾ ടൈഡപ്പ് ആകാൻ പാടില്ല, മനസ്സിലായോ? നമുക്കൊരു ഫ്രീഡം അവിടെ നിന്ന് നമുക്ക് അങ്ങനെയാണ് അവിടത്തേക്ക് എനിക്ക് കുറേ ഇത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ എന്നാലും നമുക്ക് ഏർണിങ്സ് വേണം, കാരണം എനിക്ക് സ്വന്തമായിട്ട് പൈസ വേണം, മൊബൈൽ വാങ്ങിക്കണം. അങ്ങനെ അന്ന് മൊബൈലൊക്കെ ഇറങ്ങുന്നത്, ആൾക്കാട്ടിലൊക്കെ ഇറങ്ങുന്ന സമയം. അപ്പോൾ ഇതൊക്കെ മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്.
പിന്നെ അപ്പോഴും ബിസിനസ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്ക് ഞാൻ ഫുള്ളി വന്നിട്ടില്ല. ഓക്കെ. പിന്നെ അതിന് ശേഷമാണ് ഈ പിന്നെ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ എനിക്കൊരു ഈ ഡ്രസ്സ് ഹോൾസെയിലായിട്ട് വിൽക്കുന്നിടത്ത് കിട്ടുന്നത്. പിന്നെ അതിനുശേഷം അങ്ങനെ പാർട്ട് ടൈമായിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്കീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. പ്ലസ് ടു ഒബിയസ്ലി അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കംപ്ലീറ്റ് ആകുമ്പോൾ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. പ്ലസ് ടു തോറ്റു. പ്ലസ് ടു തോറ്റതാണ്. ഇപ്പോഴാണ് 10ാം ക്ലാസ്സിൽ ഇമോഷണലി നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്തോളൂ ഒരു അതെ. പ്രിൻസിപ്പൾ പക്ഷെ അവിടെ. അന്ന് കുറച്ചും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ചും കൂടെ ഫ്രീഡം ആയി. വീട്ടില് പേരൻസ് ഡാഡി മമ്മി അടുത്തൊന്നും ഇല്ല. അപ്പം പിന്നെ അങ്കിൾമാരാണ്. പാർട്ട് ടൈം ജോലിക്ക് പാർട്ട് ടൈം ജോലിക്ക് പോകണം. സ്വന്തമായിട്ട് പൈസയുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. തീരുമാനങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള. പക്ഷെ പ്ലസ് ടു പഠിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം പഠിക്കാൻ തോക്കുന്ന 3 വിഷയമാണ് അക്കൗണ്ട്സ്, പിന്നെ അക്കൗണ്ട്സ്, മാത്സ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 2 വിഷയമാണ് തോന്നുന്നത്. 2 വിഷയം തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ സേ എഴുതണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണം. അപ്പോൾ എനിക്ക് വീട്ടിൽ തോറ്റെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് എടുക്കുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ് പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടേ? വേണ്ട, അത് ഡിഗ്രി ഇത് മതി, 10ാം ക്ലാസ് മതി. അതെ. അതിനുശേഷം ഇങ്ങനെ പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് 1 വർഷത്തേക്ക് കവർ ചെയ്തതിന് ശേഷമാണ് പ്ലസ് ടു സേ എടുക്കുന്നത്. പക്ഷെ എനിക്ക് ഡിഗ്രിക്ക് പോകണമെന്നുണ്ട്. എങ്ങനെ പോകണമെന്ന്, കാരണം BBM പഠിക്കണമെന്നുണ്ട്. ഡിഗ്രി ബിസിനസ്സാണ്, അത് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പ്ലസ് ടു പാസ്സാവുന്നതും പിന്നെ ഡിഗ്രിക്ക് പോകുന്നത്. ഡിഗ്രിക്ക് പോകുമ്പോഴാണ് കോയമ്പത്തൂർ വെച്ചിട്ടൊക്കെ ഞാൻ കോയമ്പത്തൂർ പോകുമ്പം അവിടുത്തെ നട്ട്സ് ഹോൾസെയിൽ മാർക്കറ്റിലൊക്കെ പോയി നോക്കും. പിന്നെ അതേപോലെ തന്നെ പാലക്കാട് ചിപ്സ്, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ട്രേഡ് മാർക്കുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് സെൽ ഔട്ട് ചെയ്യുന്നത്. പക്ഷേ അന്നൊന്നും നമുക്ക് ഇന്ന് കാണുന്ന ഫെസിലിറ്റീസ് അല്ല. അതായത് വാട്സപ്പ്, യൂട്യൂബ്, അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയ, അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഇവനൊരു ഫോൺ പോലും ഇല്ല. അന്ന് 1100 ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. 1100 നമ്മുടെ താരങ്ങൾ, മനസ്സിലായോ? പിന്നെ നോക്കിയയുടെ N47 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്മാർട്ട് ഫോൺ സെഗ്മെൻറ്റിലൊക്കെ വരുന്നത്. പക്ഷേ അത് സ്മാർട്ട് ഫോണൊന്നും പറയാൻ പറ്റത്തില്ല, കീപാഡ് തന്നെയുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോയി ഡിഗ്രി പഠിച്ചതിന് ശേഷം പിന്നെയാണ് കംപ്ലീറ്റ്ലി ബിസിനസ് എന്ന് പറയുന്നത് ആ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് വരുന്നതും. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ലണ്ടൻ ചൂസ് ചെയ്യാണ്. അങ്ങനെയാണ് വീട്ടിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലണ്ടനിലേക്ക് പോകണം, ഹൈ സ്റ്റഡീസ് ലണ്ടനിൽ ചെയ്യണം എന്ന് പറഞ്ഞു. പപ്പ ചോദിച്ചോ, നീ പഠിക്കില്ല, നിനക്ക് ബുദ്ധിയില്ല, നിനക്കൊണ്ട് പറ്റുമോ ചോദിച്ചു. പിന്നെ അതല്ല, വീട്ടിലെപ്പോഴും ഡാഡി ഡിസിഷൻ എടുക്കുമ്പം എല്ലാ ബ്രദേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം BBM എടുക്കാൻ പോകുമ്പോഴും അവർക്ക് എപ്പോഴും അന്ന് നഴ്സിംഗ് ആണ് ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന സെഗ്മെന്റ്. അപ്പോൾ നഴ്സിംഗ് ആണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അവനെ കൊണ്ട് അതേ പറ്റുള്ളൂ നഴ്സിംഗ് പഠിപ്പിക്കാൻ. അപ്പം പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ നഴ്സിംഗ് എടുക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നഴ്സിംഗ് അപ്പം അത് ഞാൻ പറഞ്ഞില്ല, ഡാഡി എനിക്ക് BBM ആണ് വേണ്ടത്. അപ്പം ഡാഡി പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് എടുക്കുക എന്നാൽ. അങ്ങനത്തെ രീതിയിൽ പുള്ളിയൊന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഡിഗ്രി പഠിച്ചതിന് ശേഷം ഈ ലണ്ടനിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം MBA പഠിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് ഈ മാർക്കറ്റിംഗ്, അതായത് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാവണം. എനിക്ക് എന്താണ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ അതർ കൺട്രി, അവിടുത്തെ ഒരു ജോഗ്രഫി എന്താണ്, അവിടുത്തെ ആളുകൾ എങ്ങനെയാണ്. അപ്പോൾ എനിക്കിത് ഫോക്കസ്ഡ് ആണ്. ഒരു 10 വർഷത്തിന് ശേഷം ഞാനിവിടെ വരും, അല്ലെങ്കിൽ ഒരു ഇത്ര വർഷത്തിന് ശേഷം ഞാനിവിടെ വരും എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ആ ഒരു ഫോക്കസ് ഉണ്ട്. സോ അത് ഇന്നേ എനിക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലണ്ടനിലേക്ക് പോകുന്നത്. അപ്പോൾ MBA പഠിത്തം കഴിഞ്ഞിട്ട് എനിക്കവിടെ സ്റ്റേ ബാക്ക് ഉണ്ട്. പക്ഷേ ഞാൻ അതിന് നിൽക്കാതെ ഞാൻ ഡാഡിനോട് വിളിച്ചായിരുന്നു, ഇനിയിപ്പോൾ ഇതൊക്കെ ഇതിലാണ് പറയുന്നത്, ഇതൊരാരും അറിയാത്ത കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഡാഡിനോട് പറയുന്നത് ഞാൻ തിരിച്ചു വരികയാണെന്ന്. അപ്പം അവർ പറഞ്ഞു വിടുന്നത് എന്തിനാ, അവിടെ പോയി നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പിന്നെ ഓഫ്കോഴ്സ് ലോണുണ്ട്. അപ്പോൾ അവിടെ പോയി പഠിക്കും, അവിടെ പോയി പഠിച്ചും ജോലി മേടിക്കും. അങ്ങനെയാണല്ലോ ആളുകൾ ഇവിടുന്ന് പോകുന്നത്. അവിടെ പോയി ഒന്ന് സേഫ് ആവാൻ വേണ്ടിയിട്ടാണ്. പപ്പയും മമ്മിയെ നോക്കും, അവർക്ക് നല്ല രീതിയിൽ പൈസ അയച്ചു കൊടുക്കും. ശരിക്കും ആ ഒരു പഠിത്തം കഴിഞ്ഞ് ഞാൻ വിളിച്ച് പറയുകയാണ്, ഡാഡി ഞാൻ തിരിച്ചു വരികയാണ്, ഞാൻ ദുബായിലേക്കാണ് വരണേന്ന് പറഞ്ഞു. കാരണം ആ ഒരു ഫാൾ ഒഴിവാക്കണം. അതായത് അവർക്ക് പെട്ടെന്നൊരു ഷോക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ദുബായിലേക്ക് എനിക്ക് വരണമെന്നുണ്ട്, കാരണം ദുബായ് ഇസ് മൈ നെക്സ്റ്റ് മാർക്കറ്റ്. ലൈക്ക് എൻ്റെ നെക്സ്റ്റ് ഫോക്കസ് ദുബായ് ആണ്. ബിക്കോസ് ഐ നോ ദാറ്റ് ദുബായ് ഇസ് ദ വേൾഡ് ട്രേഡ്. വേൾഡ് ട്രേഡിൽ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് ദുബായ്. അപ്പോൾ കാരണം ആഫ്രിക്ക, യൂറോപ്പ് ഇങ്ങോട്ടൊക്കെ ഷിപ്മെൻറ്റ് പോകുന്നത് ദുബായിൽ നിന്നാണ്, എന്ത് ട്രേഡ് ഉണ്ടെങ്കിലും. അപ്പം ദുബായ് ഒരു ജോഗ്രഫി, നല്ല ജോഗ്രഫി. അപ്പം അതിന് ദുബായ് അറിയണമെന്നുണ്ട്.
സോ ഞാൻ പറഞ്ഞു ദുബായിലേക്ക് വന്നിട്ട് അവിടെ ഞാൻ ജോലി നോക്കാം, ജോലി നോക്കിയിട്ട് ഞാൻ തിരിച്ച് ജോലി നോക്കിയിട്ട് അവിടെ നിൽക്കാമെന്ന്. അപ്പോൾ ഇവിടെ വലിയ സ്കോപ്പിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരികയാണ്. അപ്പം ഇത് 2011 ആയി, 11 ഇത് കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, കാരണം ഇന്നും യു കെക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ല. അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ്, അവിടെ കിട്ടുന്ന അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടുകയാണ്. പക്ഷെ 2011 വളരെ കുറച്ച് പേരാണ് യു കെക്ക് പോകുന്നുള്ളൂ. അതെ അതെ അതെ. പോയാൽ തന്നെ എങ്ങനെയെങ്കിലും അവിടെ നിൽക്കുക. എനിക്കൊന്നും ഇപ്പൊ 2011 യുകെയിൽ ലണ്ടനിൽ ഇത് പോവാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അന്ന് പോയേക്കുന്ന ആൾക്കാരൊക്കെ ഇന്ന് ലൈഫിൽ സെറ്റിൽഡ് ആയി. അതെ അതെ. എന്റെ എല്ലാവരും അവിടെ എന്റെ എന്റെ റിലേറ്റീവ്സ് കൂടെ കുറച്ച് പേരൊക്കെ പഠിച്ചവരൊക്കെ അതെ അവിടെ. അതെ അതെ അവർക്ക് ഫിനാൻഷ്യലി വൈസ് ആണെങ്കിലും എല്ലാം സെറ്റിൽഡ് കൊണ്ടും ആണ്. വളരെ വളരെ സക്സസ് ആയി. അതെ 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 അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വരണമെന്ന് തീരുമാനിക്കുന്നത്. അതെ അതെ പക്ഷേ സ്വപ്നം കാണുന്ന ഇന്റർനാഷണൽ മാർക്കറ്റാണ്. അതെ അപ്പൊ എന്തുകൊണ്ട് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നേ? എനിക്ക് ഈ ഒരു ജേണിയിൽ, ബിസിനസ് ജേണിയിൽ എന്തായാലും തുടക്കം നമുക്ക് സക്സസ് ആവില്ല എന്ന് എനിക്കറിയാം. എനിക്കത് നല്ലൊരു ബോധ്യമുണ്ട്. അപ്പോൾ അത് പിന്നെ എൻ്റെ ഒരു തിയറി ഉണ്ട്, വെൻ യു ഫോൾ യു ഷുഡ് ഫോൾ ലൈക്ക് യു ക്യാൻ സ്റ്റാൻഡ് അപ്പ് അഗൈൻ. വീഴുവാണെങ്കിൽ വീണ്ടും എഴുന്നേക്കാൻ പറ്റുന്ന രീതിയിൽ വീഴണം. അതാണ് ഞാൻ ആ ഒരു തിയറിൻ്റെ ബേസിലാണ് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം നാട്ടിൽ പട്ടിണി കിടക്കാൻ പൈസ വേണ്ട, യു കെയിൽ പട്ടിണി കിടക്കാൻ പൈസ വേണം. മനസ്സിലായോ? അപ്പം ആ ഒരു കാരണം നാട്ടിലാണ് കുറച്ചും കൂടെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള. പിന്നെ ലേണിംഗ് നമുക്ക് ഏറ്റവും നല്ലത്, നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥലം ഏറ്റവും നല്ല സ്ഥലം കേരളം തന്നെയാണ്. അത് ഈ ലോകത്ത് വേറൊരു സ്ഥലമില്ല ഇത്ര നന്നായി പഠിപ്പിക്കുന്ന സ്ഥലം. മനസ്സിലായോ? നമ്മൾ ഇപ്പോഴും എന്ത് കാര്യം തുടങ്ങാൻ പോയാലും നമ്മൾ നന്നായിട്ടത് പഠിപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ലേണിംഗ് കർവ് തരുന്ന ഒരു സ്ഥലം ഈ ലോകത്ത് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഇവിടുന്ന്. അപ്പം എന്തായാലും ഒരു ഡൗൺഫാൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. പിന്നെ ഈ ഒരു സക്സസ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു 10 ഇയേഴ്സിനപ്പുറം നമ്മൾ എന്തായാലും നല്ലൊരു രീതിയിലെത്തും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ജോഗ്രഫിയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു കാര്യങ്ങളോ അറിയാതെ പോയാൽ നമ്മുടെ നാട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അറിഞ്ഞതുകൊണ്ടാണ് അന്ന് തന്നെ അത് വന്നിട്ട് ഈ പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്നു. എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ലക്ഷ്യം പൈസ ആയിരുന്നില്ല, ഒരു ഓൺട്രപ്രണർ ആവുക, അതിനകത്ത് വിജയിക്കാൻ. പൈസ എപ്പോഴും ഞാൻ ഫോക്കസ് ചെയ്യുന്നതല്ല. അത് ആൾക്കാരെ വിശ്വസിക്കില്ല എന്നൊന്നും അറിയില്ല. പൈസ അല്ല ഫോക്കസ്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുമായിരിക്കും. കാരണം പൈസ അന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പൈസ വിചാരിച്ചിട്ട് ഞാൻ ഒരു കാര്യങ്ങളും ചെയ്തിട്ടുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് പൈസ വേണം, ഇല്ലാന്ന് ഞാൻ പറയണില്ല. അപ്പോൾ അതാണ് മണി വിൽക്കാം, ഓഫ് കോഴ്സ് വിൽക്കാം. ബിസിനസ്സിന് ഓഫ് കോഴ്സ് സക്സസ് എന്ന് പറയുന്നത് പൈസയാണ്. അത് ബിസിനസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൈസയാണ് അതിൻ്റെ അൾട്ടിമേറ്റ്. അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും അത് വേണ്ടാന്ന് പറയാനും പറ്റില്ല, അത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് യു കെയിൽ നിന്ന് തിരിച്ചു വരാനുള്ള റീസൺ. അത് ദുബായിൽ നിന്ന് 3 മാസം ഞാൻ സ്റ്റേ ചെയ്തു. അന്ന് എനിക്ക് അവിടെ നിന്ന് ജോലി ഓഫറും കിട്ടി. എനിക്ക് 3000 ദിർഹം സാലറി അന്ന് ഓഫർ വന്നു. അത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അത് വീട്ടിലൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. കാരണം വീട്ടിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കാര്യങ്ങളൊക്കെ മാറി തുടങ്ങിയിരുന്നു. ഡാഡി എൻ്റെ ഈ പോക്ക് എന്ന് പറഞ്ഞ് ഡാഡിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഞാൻ അത് അവിടെ പോയി, പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ, ലണ്ടനിൽ പോകുന്ന ഒരാൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കും. പിന്നെ പുള്ളിക്ക് അദ്ദേഹത്തിനാദ്യം വളരെ ഒരു എന്താ പറയുക എഫേർട്ട് ഇട്ടിട്ട് അങ്ങനെ ചെയ്യണം. പിന്നെ അനിയത്തിയുടെ കല്യാണം വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ പക്ഷെ വർക്കുകൾ അന്ന് ഈ നിലമ്പൂർ എന്ന് പറയുന്ന അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയാൻ പറ്റില്ല. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ വളരെ കുറവാണ്. എന്തെങ്കിലും വീട് പണിയൊക്കെ വരുമ്പോഴാണ് കൺസ്ട്രക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് വർക്കുകളും കുറഞ്ഞു, ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ വീട്ടിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അനിയത്തിയുടെ കല്യാണ സമയം ആവുന്നുണ്ട്. അപ്പം ഒരു നല്ല രീതിയിൽ പറഞ്ഞു വിടണമല്ലോ ഒരു പെൺകുട്ടിയാവുമ്പോൾ. നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ആ ഒരു രീതിയിൽ അന്ന് പിന്നെ എൻ്റെ ബാങ്കിൻ്റെ ലോൺ തിരിച്ചടവ് തുടങ്ങി. അപ്പോൾ അത് ഡാഡി ചെയ്യുമായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ എനിക്കത് വലിയ പ്രശ്നം. പക്ഷേ ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞു, ഡാഡി പറഞ്ഞു നീ ഞാൻ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. പിന്നെ ഒരു സുഹൃത്തുണ്ട്, അവനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങി. അനൂപ് എന്നാണ് ഒരു പേര്. അപ്പോൾ ഞങ്ങൾ തുടങ്ങി. ഞാനാണത്, അവൻ പറഞ്ഞു നീ തുടങ്ങിക്കോ, ഞാൻ സപ്പോർട്ട് ചെയ്യാന്നുള്ള അങ്ങനെ രീതിയിലാണ്. അപ്പം ഞാൻ ബാംഗ്ലൂരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ബാംഗ്ലൂർ എനിക്ക് തോന്നി കൊച്ചി തന്നെ ആയിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് കൊച്ചി, ഞാൻ പറഞ്ഞല്ലോ എന്താ സ്റ്റാർട്ട് ചെയ്യാൻ കൊച്ചിയാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലേക്ക് വന്ന് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു 3 മാസം. അപ്പം നമ്മളെപ്പോഴും ഈ ബിസിനസ്സിൽ പ്ലാനുകൾ വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യാൻ തുടങ്ങുക. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ആ പ്ലാൻസ് വെച്ചിട്ട് ഇപ്പം പഠിച്ചു വെച്ച പ്ലാനുകളൊക്കെ വെച്ചിട്ടാണ് ബിസിനസ്സിൻ്റെ കുറേ സ്ട്രാറ്റജീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഓക്കെ ഇന്ന ബ്രേക്ക് ഇവൻ ആവും, ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പോലെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റാഫിനൊക്കെ വെച്ച് ഒരു ഓഫീസൊക്കെ ഇട്ട് സംഭവം തുടങ്ങുകയാണ്. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മനസ്സിലായി കയ്യിൽ നിന്ന് പോയി. പിന്നെ അല്ലാണ്ട് അത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതായത്
നമ്മൾ വിചാരിക്കുന്ന അന്ന് ഞാൻ മാർക്കറ്റിംഗ്, അതായത് എൻ്റെ മനസ്സിലപ്പോഴേക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ആണ് മനസ്സിലുള്ളത്. എൻ്റെ വിഷൻ അതാണ്, ടു ബി ബെസ്റ്റ് ഇൻ ലൈക്ക് സെല്ലിങ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇതാണ് എൻ്റെ ചിന്ത. അപ്പം ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇതെങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത്. സെല്ലിങ് എ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫ് കോഴ്സ് ടുഗദർ ഇസ് ഡിഫിക്കൽട്ട്. അപ്പം ഒന്നിലെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, ഇത് രണ്ടും ഒരുമിച്ച് വിൽക്കാൻ പറ്റത്തില്ല. ബട്ട് മാർക്കറ്റിങ്ങിൽ ഒരു ഇതുണ്ട്. നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ വി ക്യാൻ ഡു ബോത്ത്. ഇപ്പോൾ ഒരു കമ്പനിക്ക് മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ പ്രൊഡക്റ്റും സെല് ചെയ്യാം, അവരുടെ സർവീസും സെല് ചെയ്യാം. സോ അങ്ങനെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഈ പറയുന്ന പോലെ നമ്മളിവിടെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഡിജിറ്റൽ സൈനേജ് ആയിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. എല്ലായിടത്തും ഡിജിറ്റൽ സൈനേജ്. അപ്പം അന്ന് അത്രയും അത് പ്രാക്ടിക്കൽ ആയിട്ടില്ല. അതിനുശേഷം ഇത് ഈ അപ്പം ഇതാരും അന്ന് വെൽക്കമിങ് ആയിരുന്നില്ല. അതായത് ഇങ്ങനൊരു സംഭവം ആൾക്കാർക്ക് തല്ലി താല്പര്യമൊന്നുമില്ല. ഈ ഡിജിറ്റൽ സൈനേജിൽ എങ്ങനെയാണ്. അപ്പം ഞാൻ പെൻഡാമേനകയിലൊക്കെ കൊണ്ടുപോയിട്ട് ബോർഡൊക്കെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ 2 TV ഒക്കെ വാങ്ങിച്ചിട്ട് പെൻഡാമേനകയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട് DSN മാർക്കറ്റിംഗ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഭയങ്കര പ്രൗഡ്. അതെ, അന്ന് ആദ്യം അതങ്ങനെ തുടങ്ങുന്നത്. അത് 2012. അന്ന് എനിക്ക് തോന്നുന്നു 24 വയസ്സായിട്ടുണ്ട്. 24 വയസ്സ്. അതെ അതെ. അപ്പോൾ 24 വയസ്സ് നല്ലൊരു സമയം കേട്ടോ. ഞാനും ബിസിനസ് തുടങ്ങിയത് 24 വയസ്സിലാണ്. പിന്നെ എനിക്കത് ഇപ്പോഴത്തെ ജനറേഷനോട് 20-25 എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗോൾഡൻ ഏജ് ആണ്. ഇത്രയും നമുക്ക് കിട്ടുന്നൊരു സമയം വേറെ ഇല്ല. അപ്പോൾ അത് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ അതിൻ്റെ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ടി വിക്കൊക്കെ റെൻറ്റ് ഇതിന് പ്ലേസ് ചെയ്യുന്നതിന് നമ്മൾ 2-3 ഹോട്ടൽസിലൊക്കെ കൊണ്ടുവച്ചു, 2-3 TV ഒക്കെ കൊണ്ടുവച്ചു. അപ്പോൾ ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ടല്ലോ. അപ്പം പരസ്യങ്ങളൊന്നും വരുന്നില്ല, മനസ്സിലായോ? അപ്പോൾ ഇത് പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് മനസ്സിലാവുന്നില്ല. വൈ ദി പീപ്പിൾ ആർ നോട്ട് ആക്സെപ്റ്റിംഗ് മീ. കാരണം ഞാൻ ലണ്ടനിൽ നിന്ന് തിരിച്ച് വന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരാളായി കഴിഞ്ഞിരുന്നു. കാരണം ആ ഒരു മൊമെൻ്റ് മനസ്സിലായി. ആ ഒരു ലണ്ടൻകാരനായെന്നുള്ള കാരണം ആ വർത്താനം ആ ഒരു സ്റ്റൈലിലായിരുന്നു. അപ്പം അവിടുത്തെ ഒരാളായിട്ടാണ് വന്നിട്ടാണ് ഇവിടെ ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഒരിക്കലും അത് വർക്കൗട്ട് ആവുന്നില്ല, ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദെൻ ഇത് ഓഫീസിൻ്റെ റെൻറ്റ് കൊടുക്കാൻ പൊതുവായിട്ടായപ്പോഴത്തേക്കും സോ വി ക്ലോസ് ഡൗൺ. സാലറി കൊടുത്തിരുന്ന ആളെ പറഞ്ഞു വിട്ടു. നടക്കുന്നില്ല. അപ്പം 3-4 മാസം എനിക്ക് മനസ്സിലായി ഇത്. കാരണം അത്രയും പൈസ കൊടുത്തു. ഇപ്പൊ ടിവിക്ക് റെന്റ് കൊടുത്തോണ്ടിരിക്കുന്നു, അവിടെ നല്ല പൈസ ഉണ്ടായിരുന്നു. ഭയങ്കര പ്രതീക്ഷയോടെ സംരംഭം. ഓഫ് കോഴ്സ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതിനകത്ത് എനിക്ക് വേൾഡ് വൈഡ് വിഷനുള്ള ആളാണ്. അപ്പം എന്ത് ചെറുതായിട്ട് തുടങ്ങുവാണെങ്കിൽ അതിന് വേൾഡ് വൈഡ് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം. സ്വപ്നം കാണും നമ്മുടെ ടി വി ആദ്യം പെൻഡാമേനിക്കയില്, പിന്നെ മറ്റേ വേൾഡ് ട്രേഡ് സെന്ററിൽ. അതൊക്കെ നമ്മൾ ഡിജിറ്റൽ സൈനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര സ്കോപ്പ് ആവുമെന്ന് എനിക്ക് അന്ന് അറിയാം. അപ്പൊ അത് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അപ്പൊ അവർ ചോദിക്കും ടി വിയിൽ പരസ്യം വെച്ചിട്ട് ആര് കാണാൻ, അത് എവിടെയും കൊണ്ട് അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ഓൾറെഡി മറ്റേ സിനിമാക്കാര് പറയുന്നുണ്ട് മലയാള സിനിമ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു യാത്രയായിരുന്നു. അതുപോലെ തന്നെയാണ് DSN കാലത്തിന് മുന്നേ സഞ്ചരിച്ചു എന്ന് പറയാം. അതെ, പക്ഷെ അത് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പഠിച്ചതല്ല ഇത് പ്രശ്നം, എന്തോ വേറെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് ആളുകളെ അറിയണം എന്ന് പറയുന്നത്. അതായത് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ സംസാരിക്കുന്ന ആളുകളെ അറിയണം എന്നാണ് പറയാം. മനസ്സിലായോ? നമ്മളൊരാളോട് സംസാരിക്കുമ്പം മലയാളത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഐ ഷുഡ് നോ യുവർ ലാംഗ്വേജ്. മനസ്സിലായോ? അപ്പം നമ്മൾ ആ ഒരു വേർഷനിലാണ് നമുക്ക് സക്സസ് ആവുക. സക്സസ് ആവുക നമ്മൾ ചെയ്യുന്ന കാര്യം ഒരാൾക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ രീതിയിൽ ആ ലാംഗ്വേജ് നമുക്കറിയണം. അതിന് എക്സ്പീരിയൻസ് വേണം. അതായത് പെട്ടെന്ന് പഠിച്ചിറങ്ങിയ ഒരാൾക്കത് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിന് എനിക്ക് അപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി തിരിച്ചറിവുണ്ടായി. നമ്മള് ബുക്കിൽ പഠിച്ചത് പ്രാവർത്തികമാക്കിയതുകൊണ്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാവും. പ്രാക്ടിക്കൽ നോളജ് ഓഫ് കോഴ്സ് വേണം. പിന്നെ വിഷൻ വലുതായത് കൊണ്ടും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എനിക്ക് ലൈക്ക് നമ്മളുടെ കയ്യിൽ 0 ആയി. 0 എന്ന് പറഞ്ഞാൽ മൈനസ് ആയി തുടങ്ങി. അപ്പോൾ നിൽക്കക്കല്ലില്ലാണ്ടാവുക എന്ന് പറയില്ല. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് ആകെ പ്രശ്നമായി തുടങ്ങി. കാരണം നമ്മളൊരു പ്രൊവൈഡറാണ്, മനസ്സിലായി. നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് വിലയുണ്ടാവുക. ഇല്ലാത്ത സമയത്ത് പിന്നെ ക്വസ്റ്റ്യൻസ് ആയി, എന്താ നീ ചെയ്യുന്നത്, ഇപ്പം നീ എന്താ ചെയ്യുന്നത്. അപ്പം ആ രീതിയിലുള്ള പ്രശ്നങ്ങളായി തുടങ്ങി. വീട്ടിലൊരു എക്സ്പെൽഡായി. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ നിലമ്പൂരുള്ള വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഡാഡിക്കും മമ്മിക്കും എല്ലാ ഹോപ്പും പോയി. കുടുംബത്തിലും എല്ലാവർക്കും ഒരു ഹോപ്പ്ലെസ് ആയി കംപ്ലീറ്റ്ലി. ആദ്യമേ അങ്ങനെ ആയിരുന്നു. ലണ്ടനിൽ പോയി പഠിച്ചപ്പോൾ കുറച്ചൊക്കെ നന്നായി നന്നാവെന്ന് വിചാരിച്ചു. വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഇവൻ എന്ത് കാണിക്കുന്നത് എന്ന് അപ്പം അങ്ങനത്തെ രീതിയിലായി. അപ്പോൾ വീട്ടിൽ പോകുമ്പം
ഈ പറയുന്ന അപ്പോൾ ആ സമയത്ത് എനിക്ക് ജോലി ഇല്ലാണ്ട് പറ്റില്ല എന്നായി. കാരണം ഞാൻ ഒരിക്കലും ജോലി ചെയ്യില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ്. പക്ഷേ എനിക്ക് ജോലി ഇല്ലാണ്ട് പറ്റില്ല എന്നായി. അങ്ങനെയാണ് HDFCയിൽ എനിക്കൊരു വർക്ക് കിട്ടുന്നത്, റിയാലിറ്റിയിലൊരു വർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു 6 മാസം സസ്റ്റെയിൻ ചെയ്തിട്ടാണ് പിന്നെ. പക്ഷേ നമുക്കൊരിക്കലും അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ബിസിനസ് മനസ്സിലുള്ള സമയത്ത് നമുക്കൊരിക്കലും ജോലി ചെയ്യാൻ പറ്റില്ല. അതിനുശേഷമാണ് എനിക്ക് പിന്നെ സെയിൽസ് മാനേജറായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ എറണാകുളത്തുള്ള കമ്പനിയിൽ ജോലി കിട്ടുന്നുണ്ട്. അതൊരു 1 ഇയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ തട്ടൊക്കെ എപ്പോഴും എറണാകുളമാണ്. പിന്നെ ഇവിടെ നിന്ന് അപ്പോൾ എനിക്ക് അതൊരു പ്രതീക്ഷയുണ്ട്, ഐ വിൽ ഗെറ്റ് എ ടൈം, ലൈക്ക് ഒരു സമയം കിട്ടും. അപ്പോൾ ആ സമയത്താണ് കല്യാണം ആലോചിച്ച് തുടങ്ങുകയാണ് ആ സമയത്ത്. അപ്പം ആ വീട്ടിൽ പറയുന്നുണ്ട്, കല്യാണം നിനക്ക് കിട്ടില്ല, നമുക്ക് ഇവിടെ കല്യാണം നടക്കുന്നവരുണ്ട്, പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് കല്യാണം കിട്ടും, പക്ഷേ നമ്മൾക്ക് പറ്റുന്നൊരു ആലോചന വരണം നിർബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഡാഡിനോട് പറയുന്നുണ്ട്, ഡാഡി എനിക്ക് നടക്കും, സമയമാകുമ്പോൾ നടന്നോളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിർബന്ധമുണ്ട് കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആൾ ഞാനൊരു ബിസിനസ്സുകാരനായിട്ടാണ് കാണേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ. അപ്പോൾ ഞാൻ അന്ന് ആ പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് പൈസയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടു. എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് പെർഫ്യൂംസ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്, ഇതെന്താണ് ഈ വൈ ഡിഡ് ഐ ഫോൾ, ലൈക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മളെ പുറകിലേക്ക് വലിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസും കാരണം ഈ പേയ്മെൻറ്റ്സും ബാങ്കിൽ അടയ്ക്കേണ്ട പൈസ, പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും അങ്ങ് അനങ്ങത്തില്ല, നമ്മൾ ഫുള്ളി സ്റ്റക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എങ്ങനെയെങ്കിലും വീണ്ടും അപ്പം ഈ ആൻറ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ അന്നില്ല. അങ്ങനെ ഒരു സംഭവമില്ല. അതാ ഞാൻ പറഞ്ഞത്, ബിസിനസ് ചെയ്യുന്നവൻ എന്തെങ്കിലും അവനൊന്നില്ലെങ്കിൽ ഒരു മണ്ടനായിരിക്കും, അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. ഈ 2 സെഗ്മെന്റിൽ വരുന്നവരാണ് ബിസിനസ് ചെയ്യാൻ പോകുന്നുള്ളതാണ് അന്നത്തെ ഒരു ശരിക്കും ഒരു 5, 6, 7 വർഷത്തിന് മുമ്പാണ് ഈ ഒറ്റ റെവല്യൂഷൻ വരുന്നത്, മനസ്സിലായോ? അപ്പോൾ അന്ന് ഈ ബിസിനസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അഡ്വൈസബിൾ അല്ല. അപ്പോൾ 2015 കാര്യം 2012, 2013 കാര്യം ഞാനീ പറയുന്നത്. എന്നിട്ട് അപ്പം ഞാൻ പിന്നെ വീണ്ടും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ മനസ്സിലാക്കിയത് ആളുകൾ അറിയണം എന്നുള്ളത് തന്നെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളോട് സംസാരിക്കണം, കൂടുതൽ ആളുകളോട് റിലേഷൻഷിപ്പ് വേണം, അവരായിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് ഞാൻ ചെയ്തൊരു കാര്യം, അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് പോയി സംസാരിക്കാനുള്ള ഒരു ഫാക്ടർ വേണം. അതിന് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് പോക്കറ്റ് പെർഫ്യൂംസ്. അതായത് പെർഫ്യൂമിൽ ഞാൻ ഓയിൽസ് ഫില്ല് ചെയ്തിട്ട് ഞാൻ തന്നെ ഷോപ്പുകളിൽ പോയി നടന്ന് വിൽക്കുമായിരുന്നു. അപ്പോൾ സെയിൽസും പഠിക്കാം, ആൾക്കാരെ മനസ്സിലാക്കുകയും ചെയ്യാം. അതെ, അപ്പം ക്യാഷും കിട്ടും, ആൾക്കാരെ മനസ്സിലാക്കുകയും ചെയ്യാം. ട്രേഡിങ്ങിൻ്റെ എന്തുകൊണ്ടാണ് അപ്പം ഞാൻ ഫെയിൽ ആയതിൻ്റെ റീസൺ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കി. അപ്പം ഞാൻ ഇത് ഇറങ്ങിയപ്പം ഒരു ബോംബ് പൊട്ടുന്ന പോലെ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പുകഞ്ഞ കൊള്ളിയായി, പിന്നെ രണ്ടാമത് പൈസ ഇപ്പം ഈ ഇടയ്ക്ക് ഈ ബാങ്കിൻ്റെ ഇതൊക്കെ മുടങ്ങും, പേയ്മെൻ്റ് ഒക്കെ മുടങ്ങും. അപ്പോൾ ഡാഡിക്കാണ് വിളി വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നീ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അടുത്തേക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് അങ്ങനെ പോകുന്നുണ്ട്. ഈ പെർഫ്യൂമിൻ്റെ ഇതും കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ആകെ കയ്യിൽ നിന്ന് പോയി, ഡാഡിയുടെയും മമ്മിയുടെയും കയ്യിൽ നിന്ന് പോയി. അവർക്കും ഒരു ഫുള്ളി, കാരണം ഒരു 10ാം ക്ലാസ് ജയിച്ച ഒരാൾക്ക് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ, നമ്മൾ ഇത്രയും പഠിച്ച ഒരാൾ. അപ്പം ഡാഡി വീട്ടിൽ ചോദിക്കുന്നുണ്ട് അവൻ എന്താ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അങ്കിള് വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, നീ നിലമ്പൂർക്ക് വന്നു. അപ്പോൾ പുള്ളി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്. പുള്ളി വളരെ ഇൻഡസ്ട്രിയലിസ്റ്റൊക്കെയാണ്, നല്ല ബിസിനസ്സൊക്കെ ഉണ്ട് തമിഴ്നാട്ടിലൂടെയൊക്കെ ആയിട്ട്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, നീ നാളെ രാവിലെ ഇവിടെ വരണം, നിലമ്പൂർ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യമൊന്നുമില്ല, ചെല്ലുക. കാരണം അങ്ങനെയാണ്. ചെന്നു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി എത്തിയിട്ട് ഇരുന്നിട്ട് ഇതേപോലെ ഇരിക്കുകയാണ്. ഒരു ടേബിളിൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ബിസിനസ് ചെയ്യുകയാണ്. എന്ത് ബിസിനസ്? അല്ല, ഞാൻ ബിസിനസ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ബിസിനസ്? അപ്പോൾ പെർഫ്യൂംസിൻ്റെ ഇതൊക്കെയാണ്. ഇത് നീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം നീ കഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു ബാക്ക് ഫയറിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് അവരുടെ ഡിഗ്നിറ്റി ഇഷ്യൂസ്, അപ്പം അവരുടെ വീട്ടിൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല, അങ്ങനെയൊക്കെയുള്ള രീതി. അപ്പം ഞാൻ പറഞ്ഞു, അങ്കിൾ എനിക്കൊരു ഹോപ്പുണ്ട്. അപ്പം ഞാനെല്ലാം കേട്ടിട്ട് ഞാൻ അങ്കിളോട് പറഞ്ഞു, ഇത് ഡാഡിയാണ് ഇതിൻ്റെ ആളെന്ന് എനിക്കറിയാം, അപ്പനാണിത് പറഞ്ഞു വിട്ടേക്കണത് എന്ന് എനിക്കറിയാം. അപ്പം അങ്കിൾ ഒരിക്കലും ഡാഡിനോട് പറയാം, എനിക്കൊരു വിഷനുണ്ട്, ഓക്കെ, എനിക്കൊരു സ്ഥലത്ത് എത്തണം എന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ ജേണി ഇതായിരിക്കും, ഓക്കെ, എനിക്കിങ്ങനെ പോയാൽ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് പറയൂ, ഞാൻ എന്തായാലും ഒരു ദിവസം അവിടെ എത്തും, ഓക്കെ, ദെൻ ഹി വിൽ ബി ഹാപ്പി. അപ്പം പിന്നെ കല്യാണത്തിൻ്റെ കാര്യം യു ഡോണ്ട് വാണ്ട് ടു വറി, അത് സമയത്തിന് കൃത്യമായിട്ട് അതിൻ്റെ രീതിയിൽ നടക്കും, അതിനെക്കുറിച്ച് ഒരു വറീസും വേണ്ടെന്ന് പറഞ്ഞു. കാരണം
ഞാൻ വീട്ടിലൊരു ദിവസം പോകുമ്പം ഇതേപോലെ വീട്ടിൽ പോകാൻ പറ്റില്ല. ഒരു ദിവസം ഇപ്പോൾ ആഴ്ചയിൽ ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു വട്ടം പോകും. കാരണം അപ്പനമ്മയൊന്ന് കാണണമല്ലോ. കാണുന്നല്ലാതെ അപ്പോൾ എനിക്കിന്നും ഓർമ്മയുണ്ട്, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അപ്പനൊരു കോലമായി വിഷമിച്ചിട്ട്. ബിക്കോസ് ഒരു ഹോപ്പെല്ലാം പോയി. ഒരു മകൻ ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ പ്രതീക്ഷയും പോയി. ഹി വാസ് ലൈക്ക് ഒരു മെല്ലിച്ചിട്ടൊരു കോലമായി. എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല. ഞങ്ങൾ ഭക്ഷണം അപ്പം ഞാനെങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ അവിടെ ചെല്ലുള്ളൂ. കാരണം എനിക്ക് ഏയ് ഡോണ്ട് വറി. ഇപ്പൊ അവരൊക്കെ ഹാപ്പി ആയിട്ടില്ലേ? ഹാപ്പിയാണോ ഇപ്പോൾ പറഞ്ഞാൽ ഈ സ്റ്റോറി പറയാൻ ഇമോഷണലാവും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം ആകുമ്പോഴേ ചെല്ലുള്ളൂ. കാരണം കയറി ചെന്ന് അധികം മിണ്ടണ്ടല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങാം. പിന്നെ രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് എന്തെങ്കിലും തിരിച്ച് എറണാകുളത്തേക്ക് പോരും. അപ്പോൾ ഞാൻ ഈ സമയത്ത് ചെന്നപ്പം പുള്ളി ആകെ ക്ഷീണിച്ച്, അപ്പോൾ ഒന്നും സംസാരിക്കൊന്നുമില്ല, എന്നോടൊന്നും അങ്ങനെ മിണ്ടുമൊന്നുമില്ല. കാരണം അങ്ങനെയാണ്. ചെന്ന് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ടേബിളിൽ ഇരിക്കുക, ഡാരിയിൽ ഇരിക്കുക. ഞാനിവിടെ സൈഡിൽ വന്നിരുന്നു. ഞാൻ അപ്പോഴാണ് ഡാരിയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അത് മുഖത്തേക്ക് നോക്കുമ്പം ഐ ഫീൽ ലൈക്ക് ഒരു വീണ മനുഷ്യൻ, അതായത് ഒരു ഫെയിൽഡ് ആയിട്ടുള്ളൊരു വ്യക്തി ഇരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് അപ്പനിരിക്കുന്നത്. അപ്പം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഒട്ടിയങ്കായിരുന്നു. എനിക്കത് ഇപ്പോഴും മൊമെൻറ്റ് മാറത്തില്ല. അത് വെച്ചാൽ അത്ര ഒരു വിഷമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും സ്ട്രഗിളിങ് ടൈമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് അൽഫോൺസ്, അപ്പോൾ എനിക്ക് തന്നെ സംസാരിക്കും ഞാൻ. അപ്പോൾ വൈ ഡൂയിങ് ദിസ്, എന്തിനാണിത് ചെയ്യുന്നത്? എവിടെയെങ്കിലും പോയാൽ എനിക്ക് നല്ല ജോലി കിട്ടും. എനിക്ക് ബാംഗ്ലൂരോ ദുബായോ എവിടെ പോയാലും എനിക്ക് മിനിമം 1 ലക്ഷം സാലറി കിട്ടുന്ന കപ്പാസിറ്റി എനിക്കുണ്ട്. നന്നായിട്ട് ഞാൻ സംസാരിക്കും. എനിക്ക് അവിടെ നിന്നാലും ഓഫറുകൾ കിട്ടാറുണ്ട്. അപ്പം വൈ ഷുഡ് യു ഡൂ ദിസ്? നമുക്ക് എവിടെയെങ്കിലും പോയി നല്ല ജോലി മേടിച്ചൂടെ? ആൻഡ് ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു തോട്ട്സ് ഭയങ്കര പ്രോസസ്സിങ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ ആ കരഞ്ഞിട്ട് ഞാൻ ഐദർ ഷുഡ് ഐ ടേക്ക് എ ഡിസിഷൻ ലൈക്ക് ഐ ഷുഡ് ഗിവ് അപ്പ്. ഇനി വേണ്ട, ഇല്ല വേണ്ട, നമുക്ക് ഗിവ് അപ്പ് ചെയ്യാം. എന്തായിരുന്നു റീസണിന്റെ കാരണം? അല്ല, എനിക്കിത് കാണാൻ വയ്യ. കാരണം അത്രയും വർഷം നമുക്ക് വേണ്ടി ജീവിച്ചവര്, നമ്മളിൽ ഒരുപാട് പ്രതീക്ഷയുള്ള ആളുകൾ. അതെ. അപ്പോൾ അവർക്ക് ഒരു 10 രൂപ കൊടുക്കാൻ കഴിയണില്ല. അപ്പം പിന്നെ അവർ ഏജായി വരുമല്ലേ. അപ്പം ഇത് ഇനി എന്താവും എന്നുള്ളതിനകത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മളൊരു ഹോപ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനത് നല്ലതാവും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ഞാൻ മാറി നിന്നിട്ട് ഞാൻ ഒന്ന് കരഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും എന്നോട് തന്നെ സംസാരിക്കുന്ന ഞാൻ ഹാവ് എ സെക്കൻഡ് പേഴ്സൺ ഇൻസൈഡ് മീ. അത് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം, അൽഫോൺ, യു ആർ ഇൻ എ വാർ. നീ ഒരു യുദ്ധത്തിലാണ്. കൂടെയുള്ളവരൊക്കെ മരിച്ചു വീഴും. മേ ബി അതൊക്കെ കണ്ടു നിൽക്കേണ്ടി വരും. ഗോ ഫോർവേഡ്. എനിക്കറിയില്ല ആ ഒരു എനർജി എന്ന്. എനിക്ക് ഐ ഡോണ്ട് നോ, ലൈക്ക് അങ്ങനെയാണ് എൻ്റെ മെസ്സേജ് എനിക്ക് കിട്ടുന്നത്. സോ അതിനകത്ത് ഗിവ് അപ്പ് ചെയ്യാൻ പറയത്തില്ല. നോ സെക്കൻഡ് തോട്ട്, ഗോ ഫോർവേഡ്. എന്ത് വന്നാലും മുമ്പോട്ട് പോവുക. അതേ ഉള്ളൂ അവിടെ ഓപ്ഷൻ. ആൻഡ് ഞാനന്ന് കണ്ണ് ഉടച്ചിട്ട് പിന്നെ ആ ടേബിൾ വന്നിരുന്നിട്ട് ആ ഡിസിഷൻ എടുക്കുകയാണ്. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമുള്ളൂ. ചെറിയ കാര്യമല്ല, പക്ഷേ ചെറിയൊരു മൊമെൻ്റാണ്. ബട്ട് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പിന്നീട് അങ്ങോട്ട്. മീൻസ് റൂത്ത്ലെസ് ആവുക എന്ന് പറയുന്നത് അവിടെയാണ്. മനസ്സിലായോ? ബിക്കോസ് നമ്മൾ അടിച്ച് പദം വരുത്തിയിട്ടാണ് നമ്മൾ നന്നാക്കുള്ളൂ എന്നുള്ളത് കറക്റ്റാണ്. മനസ്സിലായോ? കാരണം ആ ഒരു മൊമെൻറ്റിലൂടെ പോകുമ്പം നമുക്ക് പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര എളുപ്പമാണ്. മനസ്സിലായോ? പിന്നെ ആ കണ്ണും, കാരണം സ്വന്തം അപ്പൻ ഇങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റി എന്നുള്ളത് ഞാൻ ഇന്ന് അഭിമാനിക്കുന്നുണ്ട്. മനസ്സിലായോ? അന്ന് ഞാൻ ആ മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഗോൺ ഓൺ ദ സൈഡ്. ലൈക്ക് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലായിരിക്കുന്നില്ല. അപ്പോൾ പിന്നെ അപ്പോഴും അങ്ങനെ പറയാനായിട്ടില്ല. ഫിനിക്സ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അതിന് ശേഷമാണ് പിന്നെ കല്യാണം കഴിക്കുമ്പം അഞ്ജലിയാണ് എൻ്റെ വൈഫ്. അഞ്ജലി എന്നാണ് വൈഫിൻ്റെ പേര്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കല്യാണം കഴിക്കുന്നത്. എൻ്റെ വൈഫ് വരുമ്പം പുള്ളിക്കാരി ഞാനൊരു ബിസിനസ്സുകാരനായിട്ട് കാണണം, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളായിട്ട് കാണണം, ജോലി ചെയ്യുന്ന ഒരാളായിട്ട്. അപ്പം ഞാൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പം ഈ കല്യാണം നടക്കത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ് വീട്ടുകാരൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാൻ തന്നെയാണ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അല്ല, എനിക്ക് ടൈം ടു ടൈം എല്ലാ കാര്യങ്ങളും കറക്റ്റ് നടക്കണം. അപ്പോഴത്തേക്കും 27, 28 ആയി. 28-ൽ
കല്യാണം നടക്കണം എന്നുള്ള നിർബന്ധമാണല്ലോ, അല്ലെങ്കിൽ 29 മാക്സിമം. അത് കഴിഞ്ഞാൽ 30 ആയി, പിന്നെ വേറെ സ്റ്റേജിലാണ്, മാർക്കറ്റിലെ വിലയിടിയുന്ന സമയമാണ്. അതെ അതെ. അപ്പോൾ ഈ 28-ൽ കല്യാണം അതല്ല, എനിക്കത് പ്രോഗ്രസീവാണ്. കാരണം ആ സമയത്ത് നമുക്ക് പിന്നെ നെക്സ്റ്റ് ഇയറിൽ കുട്ടികൾ വരണം, കുട്ടി ഉണ്ടാവണം, ഫസ്റ്റ് കിട്ട് വരണം, എന്നാലും നമ്മുടെ ലൈഫ് ജേണി കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതന്നെ, ഇതെല്ലാം കാൽക്കുലേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ആരോട് പറയാം 29th എൻ്റെ കല്യാണം കഴിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ തന്നെ, കാരണം ആരും രജിസ്റ്റർ ചെയ്യത്തില്ല എനിക്ക് വേണ്ടി, അത് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല. കാരണം വീട്ടിൽ ഡാഡി ബ്രോക്കർമാരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, കാരണം അവർക്ക് ഈ ഇതിനകത്തൊന്നും അപ്ലിക്കേഷൻ കൊടുക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് കുറേ കോൾസും എൻക്വയറീസൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പെണ്ണാൻ പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും നടക്കത്തില്ല. അവർ ബാക്ക് അന്വേഷിക്കുമ്പം പ്രോപ്പർ അല്ല എന്നൊക്കെ പറയും. ഈ സമയത്താണ് അഞ്ജലിയുടെ പ്രപ്പോസൽ. അഞ്ജലിയുടെ പപ്പയാണ് ആക്ച്വലി, അഞ്ജലിയുടെ പപ്പയാണ് ഇത് കണ്ടിട്ട് വിളിക്കുന്നത്, മാട്രിമോണിയിൽ വിളിച്ചിട്ട് പറയുന്നത് പെണ്ണാണ് വരണം എന്ന് പറയുന്നത്. അപ്പോൾ ചെല്ലണതിന് മുമ്പ് പുള്ളി എന്നോട് പറഞ്ഞു, അൽഫോൺസ് ഇപ്പം എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ബിസിനസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, എന്താണെന്ന് ബിസിനസ് എന്ന് ചോദിച്ചു. കാരണം ഞാനിങ്ങനെ ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓക്കെ, എവിടെ ഓഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്ന് കലൂരിൽ എനിക്കൊരു ഓഫീസുണ്ട്. ഞാനിപ്പം 2 പ്ലേസ്, ഒരു ഓഫീസ് സ്പേസും പിന്നെ അപ്പുറത്ത് എനിക്ക് കിടക്കാം, അങ്ങനെ നല്ലൊരു സ്പേസ് ഉണ്ട് അത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം അൽഫോൺസ്, ഞാൻ ഒരു കാര്യം ചെയ്യാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് അൽഫോൺസിനെ ആദ്യം ഒന്ന് കണ്ട് നമ്മൾ സംസാരിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ, വെറുതെ സമയം ഞാൻ എന്തായാലും കൊച്ചിയിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ പുള്ളി വന്ന് ഞങ്ങളൊരു 10 മിനിറ്റ്, അപ്പം ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് അപ്പം അന്ന് എൻ്റെ പെർഫ്യൂമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. ആഡ്സൻസ് തന്നെയാണ് അത് ഇട്ടിരിക്കുന്ന പേര്, ആഡ്സൻസ്. അന്ന് തുടങ്ങൽ ആഡ്സൻസ് തന്നെ, പിന്നെ തുടങ്ങുന്നത് അതിൽ. ഈ പെർഫ്യൂമൊക്കെ കണ്ടിട്ട് ഞാൻ പപ്പനോട് പറഞ്ഞു, ഞാൻ പപ്പൻ തന്നെ വിളിക്കുന്നത്, കോൺഫിഡൻസ് ഭയങ്കര കൂടുതലാണ്, ഫ്യൂച്ചറിൽ എന്തായാലും ഞാൻ പപ്പാന്ന് പപ്പ എന്തായാലും വിളിക്കാനുള്ളത്, പിന്നെ കഷ്ടപ്പെടുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ നിലവിലെ സിറ്റുവേഷനിൽ ഒരു 25,000 രൂപ പോലും ടേൺ ഓവർ ഇല്ല. ഓക്കെ, ടേൺ ഓവർ ഇല്ല, വരുമാനമല്ല, ടേൺ ഓവർ ഇല്ല, 25,000 രൂപ പോലും ഇല്ല. കാരണം ഞാൻ പെർഫ്യൂം ഇങ്ങനെ വിറ്റിട്ടാണ് കാര്യങ്ങൾ. പക്ഷേ എൻ്റെ വിഷൻ ഇതല്ല, എനിക്ക് ഇതൊരു ബ്രാൻഡാണ്, എനിക്കിതൊരു വേൾഡ് വൈഡ് എത്തിക്കണം, ഓരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. സോ ഇഫ് യു തിങ്ക് ലൈക്ക് യു ക്യാൻ ഗോ ഹെഡ്, ഇതിനൊരു യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡാഡിൻ്റെ മമ്മീനെ കൂട്ടി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങുകയാണ്. അപ്പം പുള്ളി ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അൽഫോൺസ് ആലോചിക്കാനൊന്നുമില്ല, വരുന്ന ഞായറാഴ്ച മോൻ അപ്പനമ്മേനും കൂട്ടി ഓഫ് അവസ്. അതാണ് അടുത്ത മൊമെന്റ്. അത് ഭയങ്കര കാരണം നമ്മുടെ വീട്ടുകാരും അംഗീകരിച്ചിട്ടില്ല, നമ്മുടെ അങ്കിൾമാർ അംഗീകരിച്ചിട്ടില്ല, നമ്മൾ രക്ഷപ്പെടുമെന്ന് അപ്പനും അമ്മയ്ക്കും തന്നെ ഉറപ്പില്ല. പക്ഷെ ഒരു തേർഡ് പേഴ്സൺ നമ്മുടെ വീട്ടിലുള്ള ഒരാളല്ല, അവരുടെ അത്രയും നാളും ജനിച്ച് വളർത്തിയ മകളെ കൈപിടിച്ച് ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരിനെ പഠിപ്പിക്കാൻ കോളേജിൽ നിന്ന് പൈസ ഇങ്ങോട്ട് തരിക, സ്കോളർഷിപ്പ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. കോളേജ് MSc 2nd grade ആണ്, സെക്കൻഡ് പ്ലേസിലാണ് നിൽക്കുന്നത് കോളേജിൽ, സെക്കൻഡിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ നിർബന്ധിച്ച് ആ സമയത്ത് കെട്ടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് അന്ന് ആ സമയത്ത് കല്യാണ സമയം ആയെന്ന് തോന്നി. അപ്പം നല്ലൊരു ആൾക്കാണെങ്കിൽ കൊടുക്കാം. അല്ല, അതെനിക്ക് മനസ്സിലായില്ല, നല്ലൊരാളെ കാണുമ്പോൾ കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. അതെന്താ അങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല. അല്ല, എന്തായിരിക്കും തോന്നുന്നു അൽഫോൺസിന് ഇപ്പോ തോന്നുകയാണ്, എന്തുകൊണ്ടായിരിക്കും പപ്പ അങ്ങനെ ഡിസിഷൻ എടുത്തത്? അല്ല, ഞാൻ ചോദിച്ചു, അപ്പൊ പപ്പനോട് ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ശരിയാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഡാഡിനും മമ്മിനും കൂട്ടി വരാമെന്ന് പറയുമ്പോൾ പുള്ളി പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ഞാൻ ഒരുപാട് ലോങ് കണ്ടേക്കുന്ന ആളാണ്, ഐ നോ ദി പീപ്പിൾ എന്നാ പറഞ്ഞത്. എനിക്ക് ആളുകളെ കണ്ടാ അറിയാമെന്നാ പുള്ളി പറഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളെ കണ്ട് പഠിക്കണം എന്നാണ്. അതെ, അപ്പം അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാ, എനിക്ക് ആളുകളെ കണ്ടാൽ മനസ്സിലാവും. അപ്പം പുള്ളി അബുദാബിയിൽ വർക്ക് ഉണ്ടായിരുന്നതാണ്, അവിടുന്ന് പിന്നെ വന്നിട്ടാണ് ഇവിടെ സെറ്റിലായത്. അപ്പം കല്യാണം അങ്ങനെ ഓക്കെ പറയുകയാണ്, പിന്നെ കല്യാണം നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അന്നും ഒരു രീതിയിൽ പോവാണ് ഞാൻ. അപ്പോഴത്തേക്കും കൺസൾട്ടിങ് കമ്പനിയിലേക്ക് കുറച്ച് പ്രൊജക്റ്റുകൾ എടുത്തു തുടങ്ങി. ജസ്പേഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് എൻ്റെ ഫസ്റ്റ് എടുക്കുന്നത്. നിഷാക്കിനെ അദ്ദേഹത്തിനെ നമുക്ക് പാർക്കാം. ചന്ദനത്തോപ്പുകൾ ജസ്പേഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പേര് എനിക്ക് ഇടാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അന്ന് കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുള്ളിയാണ് ഞങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ജസ്പേഡ് എന്ന് പറഞ്ഞിട്ട് പേര് സജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്യുന്നത് പുള്ളിയുടെ മകനാണ്.
ഓക്കെ ഓക്കെ. അതിൻ്റെ പേര് ഞാൻ ഇട്ട്, പുള്ളിയുടെ മകനാണ് എൻ്റെ പേര് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് 1 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു എനിക്ക് ദുബായിലേക്ക് പോകണം, എനിക്കിനി അടുത്ത മാർക്കറ്റിലേക്ക് പോകാനുള്ള സമയമാണ്. പക്ഷെ അങ്ങനെയാണ് ദുബായിലേക്ക് പോകുന്നതും. പിന്നെയാണ് നമ്മൾ അവിടെ ചെന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് ആദ്യം പറഞ്ഞ ഫിനിക്സ് പക്ഷി പിന്നെയാണ് നമ്മൾ തുടക്കം തുടങ്ങുന്നത്. പിന്നെ അക്കൗണ്ടിങ് പിന്നെ ഞാൻ കുറച്ചും കൂടെ സ്ട്രക്ചേർഡായി, നമ്മൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയി. പിന്നെയും മാർക്കറ്റിങ്ങിൻ്റെ ഈ പെർഫ്യൂം മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ലീവ് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റുകൾ എനിക്കെപ്പോഴും അപ്പം ഞാൻ പറഞ്ഞില്ല, പൈസ അങ്ങനെ നോക്കിയിട്ടല്ലായിരുന്നു അത്. അവിടെ ചെന്നിട്ടാണ് പിന്നെ നമ്മൾ രണ്ടാമതല്ല പിന്നെ നമ്മൾ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആവുന്നത്. ഈ ഓരോ കമ്പനികൾക്കും അവരുടേതായിട്ടുള്ള സർവീസുകൾ കൊടുക്കാനായിട്ട്, അതായത് SMEസിന് വേണ്ടിയിട്ടുള്ള സർവീസസ് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ഫോമായി. കൺസൾട്ടൻസി പോലെ. പിന്നെ അക്കൗണ്ടിങ് ടാക്സ് കൺസൾട്ടിങ് ഒക്കെ കൊടുത്തു തുടങ്ങി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ആരാണ് ഈ പറയുന്നത്? മറ്റേ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാറ് വന്നിട്ട് ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സ് ചെയ്ത് കൊടുത്തു തുടങ്ങി. അപ്പോൾ അഞ്ജലി സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചെറിയ സ്റ്റാഫുകളൊക്കെ എടുത്തു തുടങ്ങി. പിന്നെ നമ്മൾ ഒരു 2016 ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ സെറ്റിലായി തുടങ്ങി. പിന്നെ എനിക്ക് പിന്നെ അപ്പോഴാണ് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി, എല്ലാം ഓക്കെ ആയി. അപ്പനും അമ്മയ്ക്ക് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു, ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ അതെ, അവർക്ക് ട്രാവൽ ചെയ്യാൻ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. അത് അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ അവർക്കാണ് ആദ്യത്തെ ഒരു ഇത് കൊടുക്കുന്നത്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പുതിയ വണ്ടി തന്നെ, സെക്കൻഡ് ഹാൻഡ് അല്ല വാങ്ങിക്കുന്നത്, പുതിയ വണ്ടി തന്നെ. അപ്പോൾ ചെറിയൊരു വണ്ടിയാണ് അത്. ആദ്യം എക്സ്പ്രസ്സോ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് മാറ്റിയിട്ട് അത് മാനുവലും അല്ല, എനിക്ക് ഓട്ടോമാറ്റിക് വേണമെന്ന് പറഞ്ഞു വാഗണാർ മേടിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ ആ മൊമെന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പൊ XEV9 എടുത്തിട്ടുണ്ട്. എൻ്റെ പുതിയ, എനിക്ക് കഴിഞ്ഞ ആഴ്ച എടുത്തു. അതെ, കൺഗ്രാജുലേഷൻസ്, നല്ല വണ്ടിയാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിന് പോയി. അപ്പോൾ അന്ന് പറഞ്ഞ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എല്ലാ അങ്കിൾമാരെല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അങ്ങനെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ആ ജേണി പിന്നെ അങ്ങോട്ട് സ്വീറ്റായിരുന്നു. അഞ്ജലി ആണെങ്കിൽ ഹാപ്പിയാണ്. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ വന്നതിന് ശേഷം, അപ്പോൾ രണ്ടാമത്തെ ആളിനെയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. 2 കുട്ടികൾ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ വന്നതിന് ശേഷമാണ് അടുത്ത ടേക്ക് ഓഫ് വേണമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. രണ്ടാമത്തെ ആൾക്ക് 2 വയസ്സായപ്പം ഞാൻ അഞ്ജലിനോട് പതുക്കെ പറഞ്ഞു, ഐ ആം സ്റ്റാർട്ടിങ് ദി നെക്സ്റ്റ് സെഷൻ. ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. ഇനി ഒരു 5 വർഷം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഷീസ് ഓക്കെ, ലൈക്ക് പുള്ളിക്കാരി നല്ല സപ്പോർട്ടീവാണ്. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഇപ്പം ഇവിടെ എത്തി നിൽക്കണം. ഇപ്പം നമുക്ക് 3 രാജ്യങ്ങളിൽ സ്വന്തമായിട്ട് ട്രേഡ് ലൈസൻസ് ഉള്ള കമ്പനിയാണ്. UK US എല്ലാം പെൻഡിങ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു SME സെഗ്മെൻറ്റിന് ഫുള്ളി സപ്പോർട്ട്സ് കൊടുക്കുന്ന കമ്പനിയാണ് ആഡ്സെൻസ് എന്ന് പറയുന്നത്. ആഡ്സെൻസ് ഞാൻ അതിനകത്തേക്കാണ് വരാനിരുന്നത്. നമ്മൾ നമ്മുടെ നേടിയ അച്ചീവ്മെന്റ്സ് എല്ലാം പറഞ്ഞു, എല്ലാ തകർച്ചയും പറഞ്ഞു, എല്ലാ ഉയർച്ചയും പറഞ്ഞു, ലൈഫിൽ നേടിയെടുത്ത എല്ലാ സ്വപ്നങ്ങളെ കുറിച്ചും പറഞ്ഞു. എങ്ങനെയാണ് ഇതൊക്കെ നേടിയെടുത്തത്? ഏത് ബിസിനസ്സിലാണ് വിജയിച്ചത്? കൺസൾട്ടന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഇത്രയധികം ഒരുപാട് പേരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് സപ്പോർട്ട് ആകുന്ന, ഓൺട്രപ്രണർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭമാണ്. എന്താണ് ഇന്നത്തെ ആഡ്സെൻസ് എന്ന് പറയുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 3 രാജ്യങ്ങളിൽ നമുക്ക് ട്രേഡ് ലൈസൻസ് ഉണ്ട്. ചൈന, അത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്. ചൈന ഗോങ്സോയിൽ നമുക്ക് ഓഫീസുണ്ട്. പിന്നെ ദുബായിൽ ഓൾറെഡി ദേറയിലുണ്ടായിരുന്നു. പക്ഷെ ദുബായിൽ നമുക്ക് ലൈസൻസിൻ്റെ ഓഫീസിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഫ്രീ സോണിലേക്ക് മാറ്റി. ഇവിടെ കൊച്ചിയിൽ ഇവിടെ ഓഫീസുണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഡ്രീമുണ്ട്. എൻ്റെ വിഷൻ എന്ന് പറയുന്നത് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഓഫീസസ് വേണം. പിന്നെ എല്ലാ സിറ്റീസിലും ഓഫീസ് വേണം. 500ഓളം കമ്പനികൾ. ഞാൻ തമാശ പറയണതല്ല, എനിക്കതിന് കൃത്യമായിട്ടുള്ള ഫോക്കസ് ഉണ്ട്. 500ഓളം കമ്പനികൾ സ്വന്തമായിട്ട് വേണമെന്ന് ആഡ്സെൻസിന്, എനിക്ക് വേണമെന്നല്ല, ആഡ്സെൻസിന് വേണമെന്ന് ആഗ്രഹമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് ഈ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഒരു ജേർണിയിൽ നമ്മൾ എവിടെയും തൊടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വലിയ ടെൻഷനില്ല. ഇനി അങ്ങോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാം. പണ്ടൊക്കെ ഒരു ഡ്രീമായിരുന്നു, ഇപ്പം ടാർഗറ്റ്സ് ആണ്. ഇപ്പം ഈ ക്വാർട്ടറിൽ നമുക്ക് 10 രാജ്യങ്ങളിലെങ്കിലും ട്രേഡ് ലൈസൻസ്. ഇപ്പം ഓഗസ്റ്റിൽ ഹോങ്കോങ്ങിൽ പോകുന്നുണ്ട്,
ഇപ്പം ഓരോ ആഴ്ചയിൽ ഓരോ സിറ്റിയിലാട്ടോ. അതെ, ഇപ്പൊ ഒരാഴ്ച കൊച്ചി എൻ്റെ ഒരു പാസ്പോർട്ട് ഫുള്ളായിട്ട് അടുത്ത പാസ്പോർട്ട് എടുത്തു. പിന്നെ ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ഓരോ സിറ്റീസിലാണ്. എൻ്റെ കൂടെ പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് നീ എന്തിനാ. അപ്പം നമ്മളത് പിന്നെ ഈ ഇപ്പൊ ലോകം മുഴുവൻ ആളുകളെ പഠിക്കുകയാണെന്നല്ലേ. ഇപ്പൊ പോക്കറ്റില് പെർഫ്യൂം ഉണ്ടാക്കി കൊടുത്തത് നാട്ടിലെ ആൾക്കാരെ പഠിക്കാനാണെങ്കിൽ ഇന്ന് ലോകം മുഴുവനുള്ള ആളുകളെ പഠിക്കുകയാണ്. തീർച്ചയായും അത് എനിക്ക് ഭയങ്കര ദൈവാനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നത് ഗിവപ്പ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു മൊമെൻ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഈ പറയുന്ന പോലെ അന്നും ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. മനസ്സിലായി, കല്യാണം കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് കല്യാണം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത് 2 ലഡുവാണ് ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. കാരണം 100 രൂപ എൻ്റെ കയ്യിലുള്ളത്. മനസ്സിലായോ, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ 9 വർഷം 8 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ഇവിടുത്തെ എല്ലാ പള്ളികളിലും എപ്പോഴാണ് കഞ്ഞി കൊടുക്കണമെന്ന് എനിക്കറിയാം. കാരണം 40 രൂപ നമുക്ക് കയ്യിലുണ്ടാവില്ല. മനസ്സിലായോ, കഞ്ഞി കൊടുക്കുന്നതാണ്. അപ്പോൾ അത് സേവ് ചെയ്യാൻ പറ്റും. ആ 40 രൂപ സേവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി പോയി ക്യൂ നിന്നിട്ട് കുടിച്ചിട്ടുണ്ട്. മനസ്സിലായോ. അപ്പം അത്രയും ഒരു ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ ആ ഒരു ചലഞ്ചിലൂടെ പോകുന്നത് എന്തിനാണെന്ന് പിന്നീട് മനസ്സിലായോ. സംവെയർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇന്നൊരാളെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്കൊരാളെ ഈ സെയിം ടൈം നമുക്ക് രണ്ട് പേഴ്സണാലിറ്റി, ഐ മീൻ അത് എങ്ങനെയാണത് ചെയ്യാന്നറിയത്തില്ല. ഞാൻ വർക്കിൻ്റെ കാര്യത്തിൽ ഐ എം റൂത്ത്ലെസ് എന്ന് ഞാൻ പറയാം. കാരണം ഒരാൾ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഈ 2012 ആദ്യത്തെ ബിസിനസ് ഫ്ലോപ്പ് ആയതിനു ശേഷമാണോ ഇത്രയും സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നത്? അതായത് ബിസിനസ് ഫ്ലോപ്പ് ആവുന്ന വെച്ചാൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് പോയതാണ്. അതായത് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഒരു ഫ്യൂവല് വേണ്ടേ നമുക്ക്. ഒരാളും ക്യാപിറ്റൽ ഇല്ല, നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. റെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഇത് പിന്നീട് തുടങ്ങുമ്പം ഐ എം വെൽ കാൽക്കുലേറ്റഡ്. ലൈക്ക് ഇത് ഇങ്ങനെയാണ്, യു ഹാവ് ടു ഗോ ത്രൂ ദിസ്. പിന്നെ എന്ത് വന്നാലും ബാക്കൗട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ബേൺ ദ ഷിപ്പ് തിയറി. അതായത് കപ്പൽ കത്തിച്ച് കളയാണ്. ഐ മീൻ പിന്നെ അങ്ങോട്ടില്ല, പിന്നെ ആ കപ്പലില്ല, ഐ ഹാവ് ടു സേവ് ദി ഐലൻഡ്. ആ ഒരു തിയറിയിലാണ് ഇറങ്ങുന്നത്. കാരണം ഇനി ബാക്കൗട്ട് ഇല്ല എന്നുള്ള തിയറിയിൽ ഇറങ്ങുന്നത്. അപ്പം ഇനി എന്തൊക്കെ വന്നാലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് അഞ്ജലിനോട് ഞാൻ വൈഫിനോടും പറയുന്നത്. അതായത് ഞാൻ ബിസിനസ് ചെയ്യുള്ളൂ കേട്ടോ എന്ന്. അപ്പോൾ ഇന്നിപ്പോൾ പറയും അന്ന് പറഞ്ഞ എനിക്ക് സിറ്റിയോട് കത്തിയില്ല എന്ന് പറയും. ഞാനൊക്കെ ചോദിക്കും നീ അന്ന് എന്ത് വിശ്വസിച്ച് എൻ്റെ കൂടെ വന്നേ. അന്ന് എനിക്കത് മനസ്സിലായില്ല. അന്ന് ഈ പെണ്ണാണാൻ വരുമ്പം നമ്മൾ സംസാരിക്കുന്ന കാര്യം അവർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകത്തില്ല. അപ്പൊ അന്ന് അപ്പോ അന്നാണ് മറ്റേ അത് നമ്മുടെ ജയസൂര്യയുടെ ഒരു മൂവി ഉണ്ടല്ലോ, അതെ ആ സിനിമയിൽ പറയുന്നുണ്ട്, ഒന്നിലും നീ ഒരു അംബാനിയുടെ ഭാര്യ അല്ലെങ്കിൽ ഒരു വട്ടന്റെ ഭാര്യ വന്നു. ഈ സെയിം ഡയലോഗ് ഞാനും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത്. ഒന്നിലും നീ നല്ല രീതിയിൽ ജീവിക്കുക അല്ലെങ്കിൽ ഒരു അങ്ങനെ. അപ്പം പുള്ളിക്കാരി അത് അന്ന് വിശ്വസിച്ച് വന്നു. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് നല്ല രീതിയിലായിരുന്നു. ആദ്യത്തെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഒരു ടേക്ക് ഓഫ് സെഷൻ ആയിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഏകദേശം 200 കമ്പനീസിന് സർവീസസ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ സർവീസസ് ആണ് നമ്മൾ കൊടുക്കുന്നത്? അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റണ്ണിങ് ബിസിനസ്സിന് എന്തൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഓരോ സർവീസസ് ആണ്. HR ഒരു സർവീസാണ്, അക്കൗണ്ടിങ് ഒരു സർവീസാണ്, പിന്നെ അവരുടെ അക്കൗണ്ടിങ്ങിൽ തന്നെ ടാക്സേഷൻ ഉണ്ട്, പിന്നെ അത് ബുക്ക് കീപ്പിംഗ് എല്ലാം ഉണ്ട്, സെയിൽസ്, മാർക്കറ്റിംഗ് അടിപൊളി ഡിവിഷനാണ് ഞങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് എൻ്റെ ടീമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ്സൈറ്റ്, SEO നമ്മൾ ഏകദേശം 3000-4000 പ്ലസ് കീവേഡ്സ് മന്ത്ലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് വേൾഡ് വൈഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ക്ലയൻസ് വേൾഡ് വൈഡ് ആണ്. അങ്കോളയിലുണ്ട്, ദുബായിൽ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ യൂറോപ്പിലുണ്ട്, US അപ്പോൾ അങ്ങനെ ക്ലയൻസ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ലയൻസ് നമ്മൾ സെയിൽസിന് ആളുകളില്ല, നമ്മുടെ റെഫറൻസസിൽ വരുന്ന ക്ലയൻസേ ഉള്ളൂ. സോ എനിക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ട്, ഞാൻ നാട്ടിലാണ്, കൊച്ചിയിലാണ്, ഒരു ബുട്ടീക്ക് ഉണ്ട്. ഞാൻ ആ ബുട്ടീക്കുമായിട്ട് അൽഫോൺസിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എനിക്ക് അവിടെ ചെയ്തു തരുന്നത്? ഞാൻ സെയിൽസ് മാനേജറായിട്ട് കണക്ട് ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാർക്കറ്റിംഗ്, ആ വരുന്ന ആൻറ്റർപ്രണറിന് ഒരു വിഷൻ ഉണ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം അവർക്കൊരു ഇപ്പം നമ്മളൊരു ബുട്ടിക്ക് സെൽ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് സെൽ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ആൻറ്റർപ്രണേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു വിഷൻ ഉണ്ടാവണം. അവരുടെ പ്രൊഡക്റ്റിന് എവിടെ എത്തണം എന്നുള്ളത് അവർക്കൊരു വിഷൻ ഉണ്ടാവണം. ആ വിഷനിലേ നമുക്ക് അവർക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ പേയ്മെൻറ്റ്സ് വേറെയാണ്. മനസ്സിലായി. ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പം ഒരാൾ പറയുവാണ് നമ്മൾ ഇന്ന പോലെയാണ്, ഞങ്ങൾക്ക് ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മൾ അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങൾ പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ബാക്കി നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റ് നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. ഇപ്പം പുതുതായിട്ട് 2 പ്രൊഡക്ട്സ് ആണ് നമ്മൾക്ക്. ആഡ്സൻസിന് ഇപ്പം 7 ഡിവിഷൻസ് ഉണ്ട്. 7 ഡിവിഷൻസ് എന്ന് പറയുന്ന 7 കമ്പനീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ കമ്പനീസും അത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സും ഓരോ കമ്പനീസാണ്. ഓക്കെ, അപ്പോൾ അത് ആഡ്സൻസ് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് ആഡ്സൻസ് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഡ്സൻസ് ഗോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ ആൻഡ് ടൂറിസം, അതായത് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള, ആഡ്സൻസ് ഫുള്ളി മാനേജ് ചെയ്യുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കമ്പനീസ് മാത്രമാണ്. അത് ആഡ്സൻസ് ഗോ എന്ന് പറയുന്നത് എക്സിബിഷൻസ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള എക്സിബിഷൻസ് എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിന് വേണ്ടിയിട്ട് ആളുകളെ എക്സിബിഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കമ്പനിയാണ് ആഡ്സൻസ് ഗോ. അതായത് വേൾഡ് വൈഡ് നടക്കുന്ന എല്ലാ എക്സിബിഷൻ, ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സിബിഷൻസിലും നമ്മുടെ വഴി നമുക്ക് യാത്ര ചെയ്യാം. അതെ, അത് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും. ആഡ്സൻസ് ക്ലിക്ക് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മാത്രം ചെയ്യുന്നത്, അതായത് ഇൻഫ്ലുവൻസേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആഡ്സൻസ് ക്ലിക്ക്. പിന്നെ ആഡ്സൻസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അത് സോഴ്സിങ് കമ്പനിയാണ്. അത് ഇന്ത്യയിലും ചൈനയിലും ഇപ്പോൾ റണ്ണിങ് ആണ്. നമുക്ക് പ്രൊഡക്ട്സ് ആവശ്യമുണ്ടെങ്കിൽ സോഴ്സ് ചെയ്ത് കൊടുക്കുന്ന 2 കമ്പനീസാണ് ആഡ്സൻസ് സ്റ്റോർ. അപ്പോൾ ഇങ്ങനെ പിന്നെ ആഡ്സൻസ് ബിസിനസ് സ്റ്റുഡിയോ ആണ് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത്. അതാണ് ഞങ്ങളുടെ ഫൈനൽ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതെ, ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ബിസിനസ്സുകാർക്കും നമ്മൾ സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ബിസിനസ് സ്റ്റുഡിയോയുടെ ഉദ്ദേശം. ആഡ്സൻസ് ബിസിനസ് സ്റ്റുഡിയോ എല്ലാ സ്ഥലങ്ങളിലും ലോഞ്ച് ചെയ്യുന്നുണ്ട്, എല്ലാ ലൊക്കേഷൻസിലും ഉണ്ടാവും. അതായത് ഒരാൾ ബിസിനസ്സിനായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ്സിനെ കുറച്ചും കൂടെ ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട്സ് കൊടുക്കും. വിത്ത് കൺസൾട്ടിങ് സപ്പോർട്ട്സ്, ലൈക്ക് കൺസൾട്ടൻസും എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി പോലെ ആയിട്ട് അത് വരിക. അയാൾ ഒരു ഡ്രീമായിട്ട് വരുന്ന ഒരാൾക്ക്, ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിസിനസ് ചെയ്ത ആഗ്രഹം എന്നുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്, മനസ്സിലായി. അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഇതായിരുന്നു. ഇപ്പം ആ ആന്റർപ്രണർ ഒരു സ്ട്രക്ചർ കുറച്ചും കൂടെ വന്നിട്ട് ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും പാർട്ട് ടൈം ഒരു ബിസിനസ് ഉണ്ടാകും. അതെ, ഇപ്പം ചിലവർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് ചെയ്യണം ആഗ്രഹമുണ്ട്. അവർക്ക് ഒരു പ്രൊജക്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയുള്ള പ്രൊജക്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ആഡ്സൻസിൻ്റെ തന്നെ ഇഷ്ടംപോലെ പ്രൊജക്റ്റുകളുണ്ട്. നമുക്ക് ഈവൻ 3 lakh മുതൽ വേണമെങ്കിൽ 100 crores വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ നമ്മുടെ അടുത്തുണ്ട്. അതെ, അപ്പോൾ അത് നമ്മൾക്ക് ഉള്ളൊരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി 1 day, ഒരു ദിവസത്തിൽ നമുക്ക് 5 രാജ്യങ്ങളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടിപൊളി. അപ്പൊ ഒരാള് വരുന്നു, അവർക്ക് നല്ല ഐഡിയ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഫണ്ടില്ല. ഏറ്റവും ബേസിക്കലി ആൾക്കാർക്ക് ഇപ്പം അൽഫോൺസും ഏറ്റവും കൂടുതൽ ഒരു സ്ട്രഗിൾ ചെയ്ത സാധനവും ക്യാപിറ്റൽ ഇല്ലായ്മയായിരുന്നു. ഒരു പരിധി വരെ ഞങ്ങളൊക്കെ ഈ ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് സ്ട്രഗിൾ ചെയ്ത്, അതുകൊണ്ട് 10 years എടുത്തു നമ്മളൊരു ബ്രാൻഡ് ആകാനും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കൊക്കെ എത്താനായിട്ട്. ഞാൻ 2016 തുടങ്ങുന്നത്. ഇന്ന് ക്യാപിറ്റൽ ഇല്ലെങ്കിലും കുറെ സോഷ്യൽ മീഡിയ സപ്പോർട്ട്സ് കുറെയൊക്കെ ചെയ്യും. അപ്പൊ ഈ ക്യാപിറ്റൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കും? ക്യാപിറ്റൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞാണെന്ന് വിചാരിച്ചോളൂ. ഒരു കുഞ്ഞാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞിനെ ജനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു സൊല്യൂഷൻ. അതായത് പലരും ഐഡിയാസ് കുഞ്ഞുണ്ടാവണമെന്നാണ്. ആ കുഞ്ഞെന്ന് പറയുന്നത് അതിനെ വിഷ്വലൈസ് ചെയ്യാന്ന് പറയാം. ഓക്കെ, ഇപ്പം നമ്മളൊരു പ്രൊജക്ട്, ഇപ്പോൾ ബൂട്ടിക്കിൻ്റെ കാര്യം പറഞ്ഞു. ആ ബൂട്ടിക്ക് എന്ന് പറയുന്നത് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. വാട്ട് യു ആർ എക്സാക്ട്ലി പ്ലാനിങ്. അപ്പോൾ അതിനൊരു ലോഗോ, സിമ്പിൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, മനസ്സിലായോ? അതിനൊരു ലോഗോ, അതിൻ്റെ ഓഫീസ്, അതിൻ്റെ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അതിന് ആ ഷോപ്പ് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ള ഷോക്കേസ് ചെയ്യുന്നത്, അതിനെന്തൊക്കെയാണ്. അതിപ്പം ബുട്ടിക്കിൽ തന്നെ പലർക്കും പല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ക്ലോത്തിങ്ങിൽ തന്നെ പല പല കാറ്റഗറീസ് ഉണ്ട്, പല ഡിവിഷൻസ് ഉണ്ട്. അപ്പം അതിലേതാണ് അതിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരു കാറ്റഗറീനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് കാണുന്ന ആൾക്ക് പിന്നെ തോന്നുന്നത് ഇത് എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് അന്നത്തെക്കാൾ 100 times ഫാസ്റ്റായിട്ട് ഇപ്പം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ റെവല്യൂഷനാണ്. അത് നമുക്ക് ടയർ ഡെവലപ്പ് ചെയ്ത പോലെ, ടയർ വന്നതിന് ശേഷം ഉണ്ടായ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് പോലെയാണ് വാട്സപ്പും. കാരണം കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഫാസ്റ്റായി എല്ലാ കാര്യം. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം വരുന്ന ആ ഒരു ജേർണി ഇവർക്ക് പെട്ടെന്ന് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഫണ്ടില്ലെങ്കിൽ ഇപ്പം ഗവൺമെൻറ് സെറ്റിൽമെൻറ്റിൽ ഇതിന് ഒരുപാട് സപ്പോർട്ട്സ് ഉണ്ട്. പ്രൈവറ്റ് ഫണ്ടിങ് ഉണ്ട്. അതായത് പുറത്ത് ജോലി ചെയ്യുന്ന ബിസിനസ്സുകാർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നല്ല സാലറീഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് സൈഡ് ഇൻകം നാട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് NREs ഉണ്ട്. അവരെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് അവർ ചെയ്യുന്നുമുണ്ട്, മനസ്സിലായോ?
അത് ഇല്ല, ഇവർക്ക് തന്നെ ഫണ്ട് ഉണ്ടാവും ചിലപ്പം. ഇപ്പം ചിലവർക്ക് അത് ഞങ്ങൾക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് മാർക്കറ്റിംഗ് സപ്പോർട്ട്സ് കൊടുത്താൽ മതി. പിന്നെ ഒരു ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ഹയറിങ്, അതിൻ്റെ പൊസിഷനിങ്, എല്ലാ സ്റ്റാഫുകളെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക, അതൊക്കെയാണ് അതിൻ്റെ മേജർ തിങ്സ്. അതിനുള്ള സപ്പോർട്ട്സ് കൊടുക്കുക, അതിന് നമുക്കൊരു ചാർജ് ഉണ്ടാവും. പിന്നെ ABS എന്ന് പറഞ്ഞാൽ ആഡ്സൻസ് ബിസിനസ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കാറ്റഗറി വരുന്നത്, അതായത് ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഫണ്ട് ഉണ്ട്, എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യണം എന്നറിയില്ല, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ സൊല്യൂഷൻസ് ആവശ്യം. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മളുടെ ഏത് പ്രൊജക്റ്റ്, ഇപ്പോൾ ബാലൻസിങ് 2 പ്രൊജക്റ്റുകളാണ് കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നത്. ബാലൻസിങ് എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളുടെ ഭക്ഷണമാണ് നമ്മളെ മരുന്ന്. അപ്പോൾ ഈ ഭക്ഷണത്തെ അറിഞ്ഞു കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ബാലൻസിങ് വഴി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ബാലൻസിങ്ങിന് കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു വിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ എല്ലാവരെയും കുറച്ചൊരു സിവിക് സെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡെവലപ്പ് ആവാനുണ്ട്. നമ്മൾ എവരി ഹാസ് ദ റൈറ്റ് ടു ലിവ് എന്നാ പറയാം. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അല്ലേ? നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോഴാണ് മനസ്സിലാവുക നമ്മുടെ നാട്ടിലെ സിറ്റുവേഷനും നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, മനസ്സിലായി? എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറാണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ. ഇപ്പം ഒരു വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്യുന്നത്? നമ്മൾക്ക് പുറത്തിറങ്ങിയാൽ നമ്മുടെ സിറ്റുവേഷൻ എന്താന്ന് ചവിട്ടി നടക്കണം തന്നെ, നമ്മൾ ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇപ്പോൾ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയാലും അവരൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അത് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യവും നമുക്ക് എല്ലാം വൃത്തിയായിരിക്കും, മനസ്സിലായി? ദുബായിൽ പോയാലും അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഈ ദുബായെ നമുക്ക് കമ്പയർ ചെയ്യണ്ട, പക്ഷേ ചൈനയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ചൈനയെ നമ്മൾ 30 വർഷം മുമ്പും നമ്മളും ഇന്ത്യയും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. ബട്ട് ചൈന ഇപ്പം എന്താ ഒരു ലോകാത്ഭുതമല്ലേ? അത് നമ്മൾ ചൈനയിൽ പോയിരിക്കണം. ഒരു മനുഷ്യനാണെങ്കിൽ ചൈനയിൽ പോയി കാണണം. ഒക്കെ അവരെവിടെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ നമ്മളെവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിലെ കുറച്ച് ആ ഒരു ബേസിക് സെൻസും അതേപോലെ തന്നെ ഹെൽത്തും എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബാലൻസിങ്ങിന്. ഇപ്പം തന്നെ 1.5 crores ഓഫർ ഉണ്ട്. ബട്ട് നമ്മളത് അങ്ങനെ ഷെയർസിന് മാത്രം, മനസ്സിലായോ? അതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നത് നമ്മൾ 6,000 crores ആണ് അതിന്റെ വാല്യുവേഷൻ 5 years കാണുന്നത്. അതെ. ഇന്ത്യയിൽ മാത്രം ഉദ്ദേശിക്കുന്നത് എന്ത് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആക്കുക. ഇപ്പം ലോഞ്ചിവിറ്റി ഇപ്പൊ പറയുന്നുണ്ട് ആളുകൾ, യോഗ പറയുന്നുണ്ട്, ജിം പറയുന്നുണ്ട്. ഏതാണ് ചൂസ് ചെയ്യുക? അറിയില്ല. ഓരോരുത്തരും ഓരോ. ഇപ്പത്തെ ട്രെൻഡ്, കുറെ നാൾ ട്രെൻഡ് യോഗയായിരുന്നു, പിന്നെ ട്രെൻഡ് ജിമ്മായിരുന്നു, പിന്നെ ഇപ്പൊ ലോഞ്ചിവിറ്റി ഭയങ്കര ട്രെൻഡാണ്. കൊച്ചിയിലൊക്കെ ഭയങ്കര ട്രെൻഡാണ്. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എത്ര പേര് മരിക്കുന്നുണ്ടെന്ന് അറിയാം ദിവസം? ഒത്തിരി പേരുന്നുണ്ട്. ഗൾഫ് സ്ട്രീമിൽ ഒരുപാട് പേര്, നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ അതിൻ്റെ ഇഷ്യൂ ആണ്. നമ്മൾ ജിമ്മിന് പോകാൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. എത്ര പേര് നമ്മുടെ നാട്ടിൽ ഹെൽത്ത് ചെക്കപ്പ് ഒരു മാസം കൂടുമ്പോൾ നടത്താറുണ്ടെന്ന് നമുക്കറിയില്ല. മീൻസ് അത് ഒരു സാധാരണ ആളുകൾക്ക് അഫോർഡബിൾ അല്ല എന്നല്ല, അത് ദാറ്റ്സ് ദർ സെക്കൻഡ് ചോയ്സ്. ലൈക്ക് അവർക്കത് അത്യാവശ്യമില്ല. ഒരു ഹെൽത്ത് ചെക്ക് ചെയ്യുക എന്നുള്ളത്, ഒരു ബ്ലഡ് ചെക്ക് ചെയ്യുക എന്നുള്ളത് അവർക്ക് അത്യാവശ്യമില്ല. ബട്ട് ഒരു 25 കഴിഞ്ഞാൽ, എനിക്ക് 25 ഒക്കെ കഴിഞ്ഞപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, മനസ്സിലായി? അപ്പം നമ്മളത് ചെക്ക് ചെയ്യുക. കൊളസ്ട്രോളൊക്കെ ഇപ്പം 25 എന്നൊക്കെ വളരെ യങ് ഏജ് അല്ലേ? ഇപ്പോഴാണ് അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. 25 അതെ കൊളസ്ട്രോളും യൂറിക് ആസിഡും ഒക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മളുടെ പ്രഷറും നമ്മളുടെ അറ്റ്മോസ്ഫിയർ, അപ്പം അതൊക്കെയാണ്. അപ്പം ബാലൻസിങ് എന്ന് പറയുന്നത് ഒരു ഹോൾ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് അത് ഫോം ചെയ്യുക. അതിനകത്ത് നല്ല ഫുഡ് ഇൻടേക്കിൻ്റെ സപ്പോർട്ട്സ്, അതേപോലെ തന്നെ നമ്മളുടെ മൊമെൻറ്റ്സിനെ, അതായത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽസിനെ കുറച്ചും കൂടെ ഒന്ന് ക്രമീകരിക്കുക. നമ്മൾ നന്നായിട്ട് നമുക്ക് ഭയങ്കര തിരക്കാണ്. പക്ഷേ ഒരു 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമ്മളുടെ ഇപ്പം ഇതിനകത്ത് കുറച്ചും കൂടെ ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, ട്രാഫിക് പോലീസുകാർ, അവരുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവർ 8 മണിക്കൂർ ആ വെയിലത്ത് നിൽക്കുന്നുണ്ട്, മഴയത്ത് നിൽക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുടെ അറ്റ്മോസ്ഫിയർ ഒന്ന് ആലോചിച്ച് നോക്കി. അവർ അപ്പം നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾക്ക് ഇതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇപ്പം ഒരു മനസ്സിലായി, അങ്ങനത്തെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബാലൻസിങ്ങിന്റെ ഒരു ഫൈനൽ സ്റ്റേജ്. ബട്ട് പിന്നെ അത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ഇപ്പം ചോറ് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ ദിവസം? പറ്റൂല. എനിക്ക് ചോറ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ ജനിച്ച് മുതൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. എനിക്ക് ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോറ് ചിലപ്പോൾ കിട്ടാത്ത, ചിലപ്പോൾ ഒരു മാസമൊക്കെ നിൽക്കാം, ഒരു 15 ദിവസമൊക്കെ ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കിട്ടും. അപ്പം അവിടുത്തെ ഹോട്ടൽസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, റെസ്റ്റോറൻറ്റ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചോറ് ഒരു ഇതിൽ വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് കറി വേറെ കിട്ടും. അപ്പോൾ ഈ കറിയും ചോറും അവർ അങ്ങനെ കഴിക്കുക. കറി ആണ് മേജറായിട്ട് കഴിക്കുന്നത്, ചോറ് അതിൻ്റെ കൂട്ടത്തിൽ.
അപ്പം നമ്മളുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കൂട്ടത്തിലും കറി കുറച്ചു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് അപ്പം കുട്ടികളിൽ നിന്ന് തന്നെ ഇത് മാറ്റിയെടുക്കാൻ നമ്മൾ നോക്കണം. അപ്പം അവരുടെ ഒരു സിവിക് സെൻസിനെയും കുറച്ച് കാര്യങ്ങൾ അവരുടെ നമുക്ക് ഈ പുട്ടും കടലയും കാര്യങ്ങളൊക്കെ കുറച്ച് സാലഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബേസിക് തിങ്സേ ഉള്ളൂ. പക്ഷേ അതിനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഫോം ചെയ്തിട്ട് അതിനകത്ത് നല്ല പ്രൊഡക്ട്സിനെ ഫോം ചെയ്യുക, നല്ല എങ്ങനത്തെയുള്ള നമ്മൾ അതാണ് എവരി വൺ ഹാസ് ദ റൈറ്റ് ടു ലിവ് എന്ന് പറയുന്നത്. അതായത് നന്നായി ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതിനെ കുറച്ചും കൂടെ ഒന്ന് അറിയിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ആളുകൾ നന്നായിട്ട് ജീവിക്കണമെന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ഒരു വർഷം കൂടെ അധികം ജീവിക്കാൻ പറ്റിയാൽ അത് നമ്മളല്ല തീരുമാനിക്കണേ, നമ്മുടെ കാര്യം അറിയത്തില്ല. പക്ഷെ നമ്മുടെ ലിവിങ് സ്റ്റൈല് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഉള്ള റുട്ടീൻസ് കൊണ്ട് നമുക്ക് മാറ്റാൻ പിന്നെ പ്രഷർ, അതെ, ഇത് വർക്കിലുണ്ടാവുന്ന പ്രഷറുകൾ എങ്ങനെ അത് കണക്ട് ചെയ്യണം, അതൊക്കെ പിന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അപ്പോൾ ബാലൻസിങ് എന്ന് പറയുന്ന പേര് കൊണ്ട് അതാണ് ബാലൻസ് ചെയ്ത് പോവുക, ബാലൻസിങ് ചെയ്ത് പോവാന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാ കാര്യത്തിലും നമ്മൾ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അതിന് നല്ല ആളുകളുണ്ട്, അതിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഫോർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് തന്നെ അത് പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യും. അതെ, അതിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മളത് ഇപ്പം UAE-ലും ഉണ്ട് കേട്ടോ. UAE-ൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഇനിയിപ്പോ 5 രാജ്യങ്ങൾ മിനിമം അറ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 5 രാജ്യങ്ങൾ മിനിമമാണ്. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം, ലൈഫിലെ ഏറ്റവും പ്രൗഡ് മൊമെന്റ്. പല ഇതുപോലത്തെ സ്റ്റേജിലിരുന്ന് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഭയങ്കര കരയുന്ന നിമിഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് ഭയങ്കര ഗൂസ്ബംസ് തരുന്ന നിമിഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അൽഫോൺസിന്റെ ലൈഫിലെ ഏറ്റവും പ്രൗഡ് മൊമെന്റ്? ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ്. കാരണം ഇങ്ങനെ ഇരിക്കാൻ ഒരു റീസൺ ഉണ്ടല്ലോ, അതിനൊരു സാഹചര്യം വന്നതാണ് ഒരു പ്രൗഡ് മൊമെന്റ്. പിന്നെ ഒരുപാട് പ്രൗഡ് മൊമെന്റ്സ് ഉണ്ട്. അത് എന്തൊക്കെ ഷെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ബട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഇപ്പോഴത്തെ നിമിഷത്തിൽ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അന്നയോടൊപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ലേ, അതും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇരിക്കാനൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നതും അതിനൊരു റീസണും ഉണ്ട്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനിൽ ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ്. പിന്നെ പാസ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചൈനയിൽ ബിസിനസ് തുടങ്ങാൻ പറ്റിയതാണ് അത് അത്ര ഈസി അല്ല. അത് തുടങ്ങാൻ പറ്റിയതൊരു വലിയൊരു മൊമെൻ്റാണ്. പിന്നെ അപ്പനും അമ്മയ്ക്കും വണ്ടി എടുക്കാൻ പറ്റിയത് അത് ഒന്ന്. പിന്നെ അഞ്ജലിക്ക് ഇപ്പം 2 ലഡു മേടിച്ചു കൊടുത്ത സ്ഥാനത്ത് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കോയിൻസൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു കൊടുക്കും. അത് ആൾ സേവ് ചെയ്യുന്നതാണ്. ആൾക്കത് ആളുടെ സ്വർണ്ണമൊക്കെ അന്ന് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അതൊക്കെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പം എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. അത് സ്വർണ്ണമായിട്ടൊക്കെ ചിലപ്പോൾ മേടിച്ചു കൊടുക്കും. അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ പ്രൗഡ് മൊമെൻറ്റ്സ്. പിന്നെ എൻ്റെ രണ്ടാമത്തെ ആൾ വന്നതോടെ എനിക്കത് വലിയൊരു മൊമെൻ്റാണ്. അതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ പ്രൗഡ് മൊമെൻറ്റ്സ്. അടിപൊളി. അപ്പൊ എന്താണെങ്കിലും വളരെയധികം സന്തോഷം. താങ്ക് യു. മുൻപോട്ട് ഒരുപാട് യാത്രയുണ്ട്. എറണാകുളത്തെ ഓരോ പള്ളികളിൽ നിന്ന് കഞ്ഞി കുടിച്ച് നടന്നപ്പോൾ നമ്മുടെ മുന്നിലും പുറകിൽ നിന്ന് ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ അനുഭവങ്ങളോടെയാണ് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. ഇന്നിപ്പോ എത്ര ചെലവെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം കണക്ക് നോക്കണം നമുക്ക്. നാളെ കണക്ക് ഇന്നിപ്പോ എത്രയായിരുന്നു ചെലവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ചെലവ്. അപ്പം നമ്മൾ ഒരു ദിവസം ഒരു സിറ്റുവേഷനിൽ എത്ര ചെലവേണ്ടെന്നുള്ളത് നമ്മൾ കണക്കൂട്ടി നോക്കണം. 40 രൂപ ഇല്ലാതിരുന്നോണ്ടാണ് നമ്മൾ പള്ളിയിൽ പോയി കഞ്ഞി കുടിച്ചത്. അവിടെ നമ്മൾ ഇത്രയും എത്തി. ഈ യാത്ര ഇനിയും ഒരുപാട് മുൻപോട്ട് പോകട്ടെ. ഒരുപാട് സംരംഭകർക്ക് ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവാകാനുള്ള ഒരു വെളിച്ചമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇനി മുന്നേ പറഞ്ഞു സ്പാർക്ക് സ്ഥിരമായി കാണുമായിരുന്നു. സ്പാർക്കിൽ ഇരിക്കാൻ പറ്റുന്ന അതൊരു പ്രൗഡ് മൊമെന്റ്. പിന്നെ തീർച്ചയായും ഒരുപാട് അത് നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ ഈ ബിസിനസ് കാണുന്ന ഈ ബിസിനസ്സിന്റെ തലയ്ക്കുള്ള സമയത്ത് ഇത് സ്ഥിരമായിട്ട് കാണും. നമ്മൾ പൊതുവെ കാണുന്ന പോഡ്കാസ്റ്റിൽ സ്പാർക്ക് കേരളത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം തന്നെയാണ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളും കൂടെ ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് വളരണം, ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഒരുപാട് സംരംഭകരെ നമുക്ക് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? അപ്പം ഇനി നമ്മള് പുതിയൊരു ഇതിലേക്ക് വരുമ്പോൾ ഇന്ന് നമുക്ക് 5 ഇടത്താണ് ഓഫീസ് വരുന്നത്. പക്ഷെ ആ സ്വപ്നം കണ്ടതുപോലെ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഓഫീസ് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒന്നോടെ സ്പാർക്കിന്റെ ഹോട്ട് സിറ്റിയിൽ വരണം. തീർച്ചയായും ആ ഒരു മൊമെന്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഓക്കെ, അതുവരേക്കും താങ്ക് യു സോ മച്ച്. സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പിച്ച്
ആ സ്വപ്നങ്ങൾക്ക് പുറകെ മാത്രം സഞ്ചരിച്ച ഒരു സംരംഭകനെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. നിങ്ങളുടെ സ്വപ്നങ്ങളും നാളെ ഇതുപോലെ ഒരു സംരംഭമായി വളരട്ടെ, വിജയിക്കട്ടെ. അന്ന് ഈ ഹോട്ട് സീറ്റിൽ നിങ്ങളെയും ഇരുത്തി കഥ പറയാൻ ഞാൻ കാത്തിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.